നീ എവിടെ ഉയിരേ എന്നുണർവേ എവിടെ നീ എവിടെ അരികിലില്ലെങ്കിലും നീ എൻ ജീവനിൽ നൊമ്പരപ്പൂവാണു മുത്തേ എന്നും നൊമ്പരപ്പൂവാണു മുത്തേ പൂവേ നോവിൻ പൂവേ എവിടെ നീ എവിടെ ഏഴു സ്വരങ്ങളും പാടി ഞാൻ നിന്നുടെ കാതിൽ കിന്നാരം ചൊല്ലിടുമ്പോൾ ഏഴു സ്വരങ്ങളും പാടി ഞാൻ നിന്നുടെ കാതിൽ കിന്നാരം ചൊല്ലിടുമ്പോൾ സ്നേഹത്താൽ വിടരും നീ പുഞ്ചിരിയാലെന്റെ മനമാകെ മധുരം നിറഞ്ഞിടുന്നു അറിയാതൊരിഷ്ടം കൂടിടുന്നു പൂവേ നോവിൻ പൂവേ എവിടെ നീ എവിടെ പ്രണയിനി നിന്നുടെ ജാലകവാതിലിൽ വെള്ളരി പ്രാവായി ഞാൻ പറന്നു വരാം പ്രണയിനി നിന്നുടെ ജാലകവാതിലിൽ വെള്ളരി പ്രാവായി ഞാൻ പറന്നു വരാം നറുതേൻ മണമുള്ള കുഞ്ഞിളം തെന്നലായി പാറിപ്പറന്നു നീ വന്നിടാമോ ഒത്തിരി ഇഷ്ടം കൂടിടാമോ പൂവേ നോവിൻ പൂവേ എവിടെ നീ എവിടെ ഉയിരേ എന്നുണർവേ എവിടെ നീ എവിടെ അരികിലില്ലെങ്കിലും നീ എൻ ജീവനിൽ നൊമ്പരപ്പൂവാണു മുത്തേ എന്നും നൊമ്പരപ്പൂവാണു മുത്തേ പൂവേ നോവിൻ പൂവേ എവിടെ നീ എവിടെ ഉണ്ണിക്കുട്ട ഉണ്ണിക്കുട്ട എന്താ അമ്മ? എണീക്ക്, വേഗം എണീറ്റ് കുളിച്ചു വാ. അമ്മ പ്രസാദം തൊടിച്ചു തരാം.
എന്തൊരു ക്ഷീണോ അമ്മേ. അമ്മയ്ക്ക് വേണ്ടി ഇങ്ങനൊരു നല്ല കാര്യം ചെയ്തിട്ട് കരയാൻ പാടില്ല. അത് അമ്മയ്ക്ക് സങ്കടാവും. ജീവിതമാവുമ്പോൾ ഇതുപോലെ നമ്മൾ പലതുമൊക്കെ സഹിക്കേണ്ടി വരും. എൻ്റെ അച്ഛനും അമ്മയെ നഷ്ടപ്പെട്ടപ്പോഴും ഞാനും ഇതൊക്കെ അനുഭവിച്ചതാ. നാൻസി ടീച്ചർ കൂടെ ഒരു മദറും വന്നിട്ടുണ്ട് ഉണ്ണിയെ കാണാൻ. ഉണ്ണിച്ചല്ലേ ദാ മോൻചല്ലേ. ഗുഡ് മോർണിംഗ് ആന്റി. ഗുഡ് മോർണിംഗ്. ഇത് മദർ അൽഫോൺസ. അമ്മയ്ക്കറിയാം. ഞാനും ഒരു ഹാർട്ട് പേഷ്യന്റാ. അധികം യാത്രയൊന്നും ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് അമ്മയെ കാണാൻ വരാൻ പറ്റിയില്ല. കോൺവെന്റിലെ കുട്ടികളെല്ലാം വന്നിരുന്നു. ഇന്ന് മോനിവിടെ വരുമെന്ന് അറിഞ്ഞാ വന്നത്. ഒന്ന് കാണാനും ചിലത് സംസാരിക്കാനും. ജീവിതം ഒന്നേ ഉള്ളൂ. ജനനത്തിനും മരണത്തിനും ഇടയിലുള്ള വളരെ കുറച്ച് സമയം. അതിനിടയിൽ ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളും നാം ഓരോരുത്തരും നെയ്തുകൂട്ടാറുണ്ട്. പക്ഷേ എല്ലാം യാഥാർത്ഥ്യമാക്കാൻ ആർക്കും കഴിയാറില്ല. അങ്ങനെ ചില സ്വപ്നങ്ങൾ ബാക്കി വെച്ച് പോയവരിൽ ഒരാളാണ് മോന്റെ അമ്മയും. ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഒരുപാട് നന്മകളുള്ള ഒരമ്മ. മദർ പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല ആന്റി. എന്ത് സ്വപ്ന എന്റെ അമ്മ ബാക്കി വെച്ചത്? അത് പറയാനാ ഞങ്ങൾ വന്നത്. ജീവിതത്തിൽ ഒരു മകനും ഇതുപോലൊരമ്മയെ കിട്ടില്ല. സമ്പാദ്യത്തിന്റെ നല്ലൊരു ഭാഗവും അനാഥരായ മക്കൾക്ക് വേണ്ടി ഈ മദറിനെ ഏൽപ്പിച്ചിട്ട് അമ്മ പോയത്. ഒപ്പം ഉണ്ണിക്കുട്ടിന് നൽകാനൊരു സമ്മാനവും. വരുന്ന പിറന്നാളിന് ഒരു വിശിഷ്ട സമ്മാനം തരുമെന്ന് അമ്മ ഉണ്ണിക്കുട്ടനോട് പറഞ്ഞിട്ടില്ലേ? അത് തന്നെ. എന്ത് സമ്മാനം എന്റെ അമ്മ തന്നത്? അതറിയും മുമ്പ് ഉണ്ണിക്കുട്ടൻ മറ്റു ചിലതും കൂടി അറിയണം. ഇതിനുള്ളില് അമ്മയുടെ ഡയറിയാ. ഉണ്ണിക്കുട്ടനോട് പറയാനുള്ളതെല്ലാം കരുതി വെച്ച ഡയറി. ഉണ്ണിക്കുട്ടന് തരാൻ വേണ്ടി ആശുപത്രി കിടക്കയിൽ വെച്ച് എന്നെ ഏൽപ്പിച്ചതാണിത്. ഇത് വായിച്ചു കഴിഞ്ഞ് ഉണ്ണി വരണം. ഞങ്ങൾ കാത്തിരിക്കും. മോൻ വിഷമിക്കരുത്. ആരോരുമില്ലാത്ത ഒരുപാട് മക്കളുടെ പ്രാർത്ഥന അമ്മയ്ക്ക് വേണ്ടി എപ്പോഴും ഉണ്ടാവും. വരട്ടെ. വരട്ടെ.
എന്റെ പ്രിയപ്പെട്ട ഉണ്ണിക്കുട്ടന്. ഇതൊരു ഡയറി കുറിപ്പല്ല, അമ്മയുടെ ജീവിതമാണ്, കണ്ണുനീരാണ്. ഇതുപോലൊരനുഭവം മറ്റൊരു സ്ത്രീക്ക് ഉണ്ടാകരുതേ എന്നാണ് എന്റെ പ്രാർത്ഥന. എന്നെങ്കിലും ഒരിക്കൽ എന്റെ മോൻ ഇതൊക്കെ അറിയും. അന്ന് ഈ അമ്മയെ നീ വെറുക്കരുത്. അതിനുവേണ്ടി മാത്രമാണ് ഞാനിത് എഴുതുന്നത്. നീണ്ട 23 വർഷങ്ങൾക്ക് ശേഷം നീറുന്ന മനസ്സുമായിട്ടാ വീണ്ടും ഞാൻ തിരുവനന്തപുരത്തേക്ക് വന്നത്. അതും ഇനി ഒരിക്കലും മടങ്ങി വരരുതേ എന്ന് ആഗ്രഹിച്ച ആ കോളേജിലേക്ക്. തീരെ പ്രതീക്ഷിക്കാത്ത ഒരു സ്ഥലമാറ്റമാണ് എനിക്ക് കിട്ടിയത്. ഒരിക്കൽ ഞാൻ തുള്ളിച്ചാടി നടന്നിരുന്ന എൻ്റെ കോളേജിലേക്ക്. ആർക്കും സന്തോഷമുള്ള കാര്യമാണ്, പക്ഷെ എനിക്ക് നേരെ മറിച്ചായിരുന്നു. രാജകുട്ടി, രാജി, ഇതാണോ നീ പുലർച്ചെ എത്തുമെന്ന് പറഞ്ഞേ? നേരെ എത്രയായിന്നറിയോ? പ്രതീക്ഷിച്ച വണ്ടി കിട്ടിയില്ല, അതുകൊണ്ടാ. അല്ല, നിന്റെ ലഗേജ് ഒക്കെ എവിടെ? നിന്റെ വീട്ടിൽ പോയിട്ടാ ഞാൻ വരുന്നത്. ആഹാ, എല്ലാം ഞാൻ സിറ്റ് ഔട്ടിൽ വെച്ചിട്ടുണ്ട്. ആ അതവിടെ തന്നെ ഇരുന്നോളും. ഞാൻ വേണമെങ്കിൽ അപ്പുറത്തെ ആന്റി വിളിച്ച് പറയാം. ഉം. വീട് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടിയോ? ആ, കുറച്ച്. നിന്റെ കുടുംബ വീടായിരുന്നു ഇപ്പോഴും എന്റെ മനസ്സിൽ. ആ, അതൊക്കെ പോയില്ലേ, ഇപ്പൊ ഒരുപാട് മാറ്റം വന്നു. പക്ഷേ നമ്മുടെ കോളേജിന് വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല. നേരാ, ഒക്കെ അതുപോലെ തന്നെയുണ്ട്. നീ വാ. പുതുതായി വരുന്ന മലയാളം ടീച്ചറ് പാലക്കാട്ടുകാരി ഒരു രാജീകൃഷ്ണനാണെന്ന് പറഞ്ഞപ്പോഴേ ഞാൻ സംശയിച്ചു. അതുകൊണ്ടാ പ്രിൻസിപ്പലിന്റെ കയ്യിൽ നിന്ന് നമ്പർ വാങ്ങിച്ച് ഞാൻ നിന്നെ വിളിച്ചത്. അതെനിക്കൊരു ആശ്വാസമായി. സത്യം പറഞ്ഞ ഇങ്ങോട്ട് വരണ്ടെന്ന് തന്നെ ഞാൻ കരുതിയതാ. നീ കൂടെ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞപ്പോ വരാൻ തീരുമാനിച്ചു. ഞാനിവിടെ വന്നിട്ട് ഇപ്പൊ 2 വർഷമായി. സ്വന്തം നാട്ടില് നമ്മൾ പഠിച്ച കോളേജിലൊക്കെ ടീച്ചർ ആവാന്ന് പറയുന്നത് ഒരു ഭാഗ്യം തന്നെയല്ലേ? ഗുഡ് മോർണിംഗ്. ഇപ്പൊ ഇവിടുത്തെ പ്രിൻസിപ്പൽ ആരാന്നറിയോ? ആരാ? നമ്മുടെ പഴയ മാത്യു സാറാ. സാറാണോ? ഈശ്വര, സമാധാനായി. സാറിന് നീ ആരാണെന്ന് ആദ്യം മനസ്സിലായില്ല, പിന്നീട് ആളെ പിടികിട്ടിയത്. ഇതൊക്കെയാടി ജീവിതം. നമ്മൾ എത്ര പറിച്ചെറിഞ്ഞാലും പോവാത്ത ചിലതുണ്ട്. അതിലൊന്നാ നിന്റെ ഈ തിരിച്ചുവരവ്. ആ, നീ വാ. പണ്ടിവിടെ തുള്ളിച്ചാടി നടന്നിരുന്ന രാജീകൃഷ്ണനാണോ ഇതെന്ന് എനിക്ക് വിശ്വസിക്കാനേ കഴിയുന്നില്ല. അത്രമാത്രം ചേഞ്ച് ആയിരിക്കുന്നു. നേര് പറഞ്ഞാൽ ഒരു അധ്യാപകനായതിൽ ഞാൻ ഇപ്പോഴാണ് അഭിമാനം കൊള്ളുന്നത്. ഞാൻ പഠിപ്പിച്ച കുട്ടികൾ ടീച്ചേഴ്സ് ആയിരിക്കുന്ന കോളേജിലെ പ്രിൻസിപ്പൽ ആകാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചില്ലേ? നിങ്ങളും ഭാഗ്യമുള്ളവരാ. പഠിച്ചിരുന്ന അതേ കോളേജിൽ തന്നെ ജോലി നേടാൻ കഴിഞ്ഞില്ലേ? ശരിക്കും ഞങ്ങളുടെ ഭാഗ്യം സാറാ. അന്നും ഇന്നും ഞങ്ങളോടൊപ്പം സാറുണ്ടല്ലോ. സാറിന്റെ ഫാമിലിയൊക്കെ? ആ, ദൈവാധീനം കൊണ്ട് എല്ലാവരും സുഖമായിരിക്കുന്നു. അല്ല, രാജിക്കൊരു മകനാണല്ലേ? അതെ സർ. എന്ത് ചെയ്യുന്നു? ഡിഗ്രി കഴിഞ്ഞു. ഇപ്പൊ യു വിഷൻ ചാനലിൽ പ്രോഗ്രാം പ്രൊഡ്യൂസറായി വർക്ക് ഓ, ചെയ്യുന്നു. അത് ശരി. അപ്പൊ കലാകാരനാണല്ലേ? അവൻ അതൊക്കെയാ താല്പര്യം. ആ, ഗുഡ്. ഇന്നത്തെ കുട്ടികൾ വളരെ ഫോർവേഡാണ്. സ്വന്തം പ്രൊഫഷൻ അവർ തന്നെ കണ്ടെത്തിക്കൊള്ളും. നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. ദെൻ ഓക്കെ രാജി, എന്നാൽ ഐശ്വര്യമായിട്ട് ക്ലാസ്സിലേക്ക് ചെന്നോളൂ. ആൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. ഗുഡ് മോർണിംഗ്. ഇരിക്കൂ. ഇതാണ് നിങ്ങളുടെ പുതിയ മലയാളം ടീച്ചർ. ഞാൻ ചെല്ലട്ടെ? ഉച്ചയ്ക്ക് സ്റ്റാഫ് റൂമിൽ കാണാം. ടീച്ചർ ഈ കോളേജിൽ പഠിച്ചാണോ? അതെ. എങ്ങനെ അറിഞ്ഞു? ഇവന്റെ പണി ഇതാ ടീച്ചറെ, തൊരപ്പനെന്നാ ഞങ്ങളെ വിളിക്കുന്നത്. ടീച്ചറുടെ പേരെന്താ? എന്റെ പേര് രാജീകൃഷ്ണൻ. സ്വദേശം പാലക്കാടാ. ഞാനും ഈ കോളേജിൽ 3 വർഷം പഠിച്ചിട്ടുണ്ട്. ടീച്ചറിന്റെ ഫാമിലിയോ? എനിക്ക് ഒരു മകനേ ഉള്ളൂ. പേര് ഉണ്ണികൃഷ്ണൻ. അവന്റെ അച്ഛൻ ജീവിച്ചിരിപ്പില്ല.
ആദ്യം ഇയാളെ തന്നെ പരിചയപ്പെടാം. എന്താ പേര്? അർജുൻ, ഫൈസൽ, ഉം. ശ്രീജിത്ത്, ആദർശ്. ഓക്കേ. നീതു, പാർവതി, അമല, ഐശ്വര്യ, മോനിഷ, റീന, വിദ്യ. വിദ്യ. രഞ്ജിത്ത്, വിമൽ, ബിസ്മിൻ ഷാ, സുധീഷ്, സതീഷ്. സെലീന, റസിയ. അങ്ങനെ വീണ്ടും ഞാൻ ആ കോളേജും നാടുമായി അടുക്കാൻ തുടങ്ങി. പുതിയ അന്തരീക്ഷം, പുതിയ കുട്ടികൾ, എന്റെ പ്രിയപ്പെട്ട നാൻസി. ജീവിതത്തിന് ഒരു പുത്തൻ ഉണർവ് കിട്ടിയതുപോലെ തോന്നി. ശരിക്കും നാൻസി ആയിരുന്നു എനിക്കെല്ലാം. എന്നെ ഒരുപാട് മനസ്സിലാക്കിയ കൂട്ടുകാരി. ഒറ്റയ്ക്ക് ജീവിച്ചിരുന്ന അവൾക്കും ഞാനൊരു തുണയായി. ദിവസങ്ങൾ കൊണ്ട് തന്നെ ശരിക്കും ഞാൻ പുതിയൊരാളായി കഴിഞ്ഞിരുന്നു. ഒരിക്കൽ കൂടി ഞാൻ ആ കോളേജിനെയും നാടിനെയും സ്നേഹിക്കാൻ തുടങ്ങി. പക്ഷേ രാജിക്കുട്ടി, എന്താ രാജി? എന്താടി നീ ആരെയും നോക്കുന്നേ? ആ, എന്നെ ആരോ വിളിച്ച പോലെ തോന്നി. അത്രേ ഉള്ളോ? ഓക്കെ, ക്ലാസ് തുടങ്ങാൻ സമയമായി. നീ ചെല്ലേ, ഉച്ചയ്ക്ക് കാണാം. അത് ഞാൻ അറിഞ്ഞില്ലല്ലോ. ആ, ഇവിടെ ഉണ്ട് ഹരിയേട്ടാ, ഞാൻ കൊടുക്കാം. ദേടി, ഹരിയേട്ടനാ നിന്നോട് സംസാരിക്കണോന്ന്. ഹലോ. ഹലോ രാജീകൃഷ്ണൻ, അറിയോ? ആ, നാൻസി എപ്പോഴും പറയാറുണ്ട്. നാൻസിക്കൊപ്പം കൂടിയതിൽ ഒരുപാട് നന്ദിയുണ്ട്, സന്തോഷവും. മോനെ കുറിച്ച് നാൻസി പറഞ്ഞു. എന്റെ അന്വേഷണം മോനോട് പറഞ്ഞേക്കണം. ആ, പറയാം. ഞാൻ നാൻസിക്ക് കൊടുക്കാം. ഓക്കെ. ആ ഹരിയേട്ടാ, നാളെ സാറ്റർഡേ അല്ലേ? രാജിയുടെ കൂടെ ഞാനും പോവും അവളുടെ വീട്ടിലേക്ക്. സൺഡേ മടങ്ങി വരും. ഓക്കെ ഹരിയേട്ടാ, താങ്ക്സ്. ഈ സമയത്തൊന്നും ഹരിയേട്ടൻ വിളിക്കാറേ ഇല്ല. നിന്നോട് കൂടി സംസാരിക്കാനാ ഇപ്പൊ വിളിച്ചത്. ഹരിയേട്ടനെ കിട്ടിയതിൽ ഞാൻ ഭാഗ്യവതിയാ. ഈശ്വരൻ ഒരു കുഞ്ഞിനെ തന്നില്ലെന്നുള്ള വിഷമമേ ഉള്ളൂ. നീ എന്താ മൂടിയായിട്ടിരിക്കുന്നേ? മോനെ കാണാഞ്ഞിട്ടാ? അതിനല്ലേ നാളെ നമ്മൾ പോകുന്നത്. നീ വന്നേ, ചായ തണുത്തിട്ടുണ്ടാവും. വാ വാ. ഇതാണ് ഞങ്ങളുടെ വീട്. ഇതുവരെ എഴുന്നേറ്റില്ല അല്ലേ? ഞങ്ങളിതാ പുറത്തുണ്ട്. ഉറക്കത്തിനുള്ള വല്ല മത്സരം ഉണ്ടെങ്കിൽ എന്റെ മോനെ ധൈര്യമായി പങ്കെടുപ്പിക്കാം. 1ാം സ്ഥാനം ഉറപ്പാ. വാ. വിളിക്കാത്ത എന്താ അമ്മേ? ഞാൻ സ്റ്റേഷനിലേക്ക് വരുമായിരുന്നല്ലോ. അത്ര ദൂരമൊന്നുമില്ലല്ലോ. പിന്നെ നിന്റെ ഉറക്കം കളയണ്ടാന്ന് കരുതി. ആ, ദാ ഇതാണ് നാൻസി ആന്റി. ഹായ് ആന്റി. ഹായ്. വരും. വാ നാൻസി. എടാ, സുന്ദരൻ എവിടെ? ദേ വരുന്നു പറഞ്ഞ് പുലർച്ചെ പോയതാ. ചേച്ചി എത്തിയല്ലേ? രാവിലെ എവിടേക്കോ പോവാനുള്ള മട്ടുണ്ടല്ലോ. ശരിയാണ് ചേച്ചി, ഇന്നൊരു ഷൂട്ടിംഗ് ഉണ്ട്. ഷൂട്ടിംഗ്? അപ്പൊ ഇന്നത്തെ കവറേജിന് സുന്ദരേട്ടൻ വരുന്നില്ലേ? ഇന്ന് ഞാൻ ഇല്ലട ഉണ്ണിക്കുട്ട, ശിവേട്ടൻ വരും. ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ട്. ദേ വെറുതെ നേരം പോക്ക് പറയല്ലേ സുന്ദരേട്ടാ. ഉച്ചയ്ക്ക് ശേഷം മറ്റൊരു ലൊക്കേഷനിൽ കവറേജ് ഉള്ളതാ.
എന്റെ ഉണ്ണി, ഞാൻ ഈ പറഞ്ഞത് നേരാണ്. ഇന്നലെ രാത്രിയല്ലേ ഡയറക്ടർ വിളിച്ചത്? ഏത് ഡയറക്ടർ? ഞാൻ ഇറങ്ങില്ലല്ലോ. ആ, അത് സസ്പെൻസാ. അപ്പോ നീ ഭയങ്കര ഉറക്കത്തിലായിരുന്നു. ആ, നോക്കണ്ട, ഇത് നല്ല അന്തസ്സുള്ള വേഷമാ. ചേച്ചി ഒന്ന് പറയേച്ചി, അഭിനയിക്കാൻ ഇറങ്ങിയിട്ട് നഷ്ടപ്പെട്ടു പോയ കുടുംബജീവിതം തിരിച്ചു പിടിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് ഞാൻ. ഇന്നത്തേക്ക് ശിവേട്ടൻ വരുമെന്ന് പറ. വേണ്ട, ഞാൻ ഓടിച്ചാലും വണ്ടി ഓടും. ഹ, പോട്ടെടാ, ചിലപ്പോ ഇവനത് ഗുണം ചെയ്താലോ? ആ, ഇതേതോ ചെറിയ വേഷമാണമ്മേ, ഉള്ള വില കൂടി കളയാനായിട്ട്. ഇതങ്ങനെയല്ല, നല്ല ലൈഫ് മൈലേജ് ഉള്ള വേഷമാണെന്നാ പറഞ്ഞത്. എനിക്ക് നന്നായി ചേരുമെന്ന്, ഭാവിയിൽ ഗുണം ചെയ്യുമെന്ന് ഡയറക്ടർ പറഞ്ഞു. എടാ, ഇന്നത്തേക്ക് ഒന്ന് വിടറാ പ്ലീസ്. എടാ, മുമ്പത്തെ പോലെ ഇതും വല്ല ടൈറ്റിൽ റോളും ആണോ? നീ കളിയാക്കൊന്നും വേണ്ട കേട്ടാ, എല്ലാവർക്കും ഒരു നല്ല കാലം വരും. ആ, ഞാൻ പോട്ടെ ചേച്ചി, ഇപ്പൊ പോയാലേ സമയത്തിനെത്തും. ഞാൻ പോകുന്ന ചേച്ചി. വാട്ടാടാ. കണ്ടല്ലോ, ഇതാ ഞാൻ പറഞ്ഞ കക്ഷി. പാവാ. സുന്ദരനും കൂടി ഇവനോടൊപ്പം ഉള്ളതാ എന്റെ ഒരു ധൈര്യം. സുന്ദരേട്ടൻ കൂടെ ഉണ്ടെങ്കിൽ ഒരു ഉണർവ് ഉണ്ടാവുള്ളൂ. ഷേ, ഇന്ന് മൊത്തം ബോറായിരിക്കും. ഒരു കാര്യം ചെയ്യ, ഇന്ന് ഞങ്ങളും കൂടി നിന്റെ കൂടെ വരാം. ആന്റിക്ക് നിന്റെ വർക്കൊക്കെ ഒന്ന് കാണാലോ. അങ്ങനെ കാണാനൊന്നും ഇല്ല ആന്റി, ലൊക്കേഷൻ കവറേജാ. ഹാ, എന്തായാലും വേണ്ടില്ല. ഇന്നും നാളെ ഞങ്ങള് ഫ്രീയാ, അല്ലേടി? അതെ, എന്നാ ഓക്കെ. നീ വാ. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ് ഉണ്ണി. ആ, നിങ്ങൾ ചെല്ലേ, ഞാൻ വന്നേക്കാം. ഉണ്ണി, എന്തുണ്ട് വിശേഷം? സുഖമാണ് സാർ. ടീച്ചറും ഉണ്ടല്ലോ. വരുന്ന വഴിക്കാ ഇവൻ പറഞ്ഞത് ഇത് കമലാസനന്റെ പടമാണെന്ന്. വർക്കൊക്കെ എങ്ങനെ പോണു? ദൈവാനുഗ്രഹം കൊണ്ട് കുഴപ്പമൊന്നുമില്ല ടീച്ചറെ. ഇതെന്റെ കൂട്ടുകാരിയാ നാൻസി. ഹായ്. ഒരുമിച്ചാ വർക്ക് ചെയ്യുന്നത്. ദാസേട്ടോ, ലൊക്കേഷൻ ഫുള്ള് കവർ ചെയ്തേക്ക്, ഞാനിങ്ങ് വന്നേക്കാം. ശരി. ദാസേട്ടനൊന്നും ഒറ്റയ്ക്കേ ഉള്ളൂ സാർ. സുന്ദരേട്ടനെന്തോ വർക്കുണ്ടെന്ന് പറഞ്ഞ് മുങ്ങിക്കളഞ്ഞു. ആ, മുങ്ങിയതല്ല, സംഗതി നേരാ. സുന്ദരൻ ഇവിടെ ഉണ്ട്. ഇവിടെ ഉണ്ടോ? അതെ, മേക്കപ്പില പുള്ളിക്കാരൻ. എന്നോട് പറഞ്ഞു ഉണ്ണിക്കുട്ടന് ഒരു സർപ്രൈസ് കൊടുക്കണമെന്ന്. ഓ, അത് ശരി. ഇതാണ് സർപ്രൈസ് എന്ന് പറഞ്ഞ് പോയത്. നിങ്ങൾ വാ. ആ, ആ, വരൂ. പേടിപ്പിക്കല്ലേ. ആക്ഷൻ. അണ്ണാ, അണ്ണാ, എന്നാ അണ്ണാ? കഴിക്ക്. 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 ആർത്തിയോടെ കഴിക്ക്. നന്നായിട്ട് കഴിക്ക്. ഓക്കെ സുന്ദര. അടിപൊളി, നന്നായിട്ടുണ്ട്. സുന്ദര വന്നോളൂ. അശോക. എങ്ങനെയുണ്ടായിരുന്നു സാർ ഞാൻ വാരി വിതറിയ മുഹൂർത്തങ്ങൾ? നന്നായിട്ടുണ്ട്. താങ്ക് യു. ലവൻ കളിയാക്കി ചിരിക്കുന്നു. നോക്ക് സാറേ. ആ, സാരമില്ലടോ, തനിക്ക് നല്ലൊരു ഭാവിയുണ്ട്. കേള് കേള്. അത് നേരം. ഒന്നുമില്ലെങ്കിലും മുമ്പ് 2 പടത്തിൽ ടൈറ്റിൽ റോൾ ചെയ്ത ആളല്ലേ? ടൈറ്റിൽ റോളോ? സുന്ദരനോ? ഈ വിജി തമ്പി സാറിന്റെ ജനോ, മറ്റേ ജോഷി സാറിന്റെ പ്രജയെ. ഉണ്ണിയെ സമ്മതിച്ചിരിക്കുന്നു. എങ്ങനെ സഹിക്കുന്നതിനെ? ചിത്രാഞ്ജലി. 1 മിനിറ്റ്. ആക്കാനല്ലേ? ഷൂട്ടില്ല. എന്താ ഇത്? ഇതാണല്ലേ സസ്പെൻസ്? വാടാ, ആ പന്ന പറട്ട ഡയറക്ടർ ചതിച്ചാണ് ചേച്ചി. ചിരിക്കുന്നതിന് സത്യം. ഉണ്ണിക്കുട്ടായത് ചാനലിലൊന്നും കൊടുക്കല്ലേടാ, മഹാനാണക്കേടായിരിക്കും. അമ്മേനെ കൊടുക്കല്ലേ. എന്ത് നാണക്കേട്? നല്ല മൈലേജും ഭാവിയുള്ള വേഷമല്ലേ ഇത്? ഇതൊക്കെ ചേട്ടനും ഗുണം ചെയ്യും. ഈ പാത്രം കളയാതിരുന്നാ മതി കേട്ടോ. നീ എന്നെ കളിയാക്കിക്കോടാ, അല്ലെങ്കിൽ അവന് കരുതാക്കാണ് ചേച്ചി. പക്ഷെ നോക്കിയോ, ഇതിലും എനിക്ക് ടൈറ്റിൽ റോളാണ്, അറിയോ? പേര് കേട്ടോ? പിന്നെ എന്താ? പിച്ചക്കാരുടെ ശ്രദ്ധയ്ക്ക്. മതി. ഇതെന്റെ സ്പെഷ്യൽ ഐറ്റം ആണ്, കഴിച്ചു നോക്ക്. സുന്ദരന്റേത് നല്ല പാചകമാണല്ലോ. താങ്ക് യു ടീച്ചറെ. എവിടെ പോയാലും ജീവിച്ചോളും. ആന്റിന്ന് കണ്ടതാണല്ലോ. എടേ, ഒന്നും മിണ്ടാതിരിയടേ. ഒരബദ്ധം ആർക്കായിരുന്നാലും പറ്റും. ഇതൊന്നല്ലല്ലോ, സ്ഥിര അബദ്ധങ്ങളല്ലേ പറ്റാറുള്ളൂ. ഉണ്ണിക്കുട്ടാ, വേഷം ഏതായാലും എന്താ, സുന്ദരനത് നന്നായിട്ട് ചെയ്തല്ലോ. എനിക്കിഷ്ടായി. താങ്ക് യു ചേച്ചി. ഒരാളെങ്കിലും അങ്ങനെ പറഞ്ഞല്ലോ, എനിക്കത് മതി. അത് സുന്ദരേട്ടനെ സമാധാനിപ്പിക്കാൻ വേണ്ടി അമ്മ വെറുതെ പറഞ്ഞതാ അല്ലേ അമ്മേ? ആണോ? എടാ, ഒന്ന് മതിയാക്ക്. നിന്റെ എത്ര വയസ്സിന് മൂത്താന്നറിയോ? അത് തന്നെ. ഞാൻ വെറുതെ പറഞ്ഞല്ലേ അമ്മേ.
എപ്പോ നോക്കിയാലും രണ്ടാളും ഇത് തന്നെയാ. സത്യം പറഞ്ഞ എനിക്കിഷ്ടായി. ഒരു കൊച്ചു സ്വർഗമാ നിന്റെ വീട്. ഈ മോൻ നിന്റെ ഭാഗ്യവും. എന്താടാ പറഞ്ഞോ പറഞ്ഞോ, ഞാൻ രാജുകുട്ടി. കേൾക്കുന്നുണ്ട്. മോനെ ഞാൻ പിന്നെ വിളിക്കാം. ഇതാണല്ലേടി നിന്റെ ഓണക്കോടി? ആ അതെ. ഗുഡ് ആഫ്റ്റർനൂൺ ടീച്ചർ. ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ ടീച്ചർ. നിങ്ങൾക്കിന്ന് ക്ലാസ് അല്ലേ? ഇല്ല ടീച്ചർ, സുമ ടീച്ചർ ഇന്ന് ലീവില്ല. ഓ, അല്ല ഈ കുട്ടി? ഇത് രാജകുട്ടിയാ ടീച്ചർ. കലാകാരിയും നമ്മുടെ കോളേജിന്റെ അഭിമാനവുമാ. ടീച്ചറിന്റെ പേര് രാജകൃഷ്ണൻ എന്നാ. പോട്ടെ ടീച്ചർ, ക്ലാസ് ഇപ്പൊ തുടങ്ങും. നാൻസി, മറ്റാരെക്കാളും എന്നെ മനസ്സിലാക്കിയവളാ നീ. പറ, ആരാ ആ കുട്ടി? മുമ്പൊരു ദിവസം ഇതുപോലൊരു അനുഭവം ഉണ്ടായതാ. അന്നും നീ എന്നിൽ നിന്ന് ഒഴിഞ്ഞു മാറി. നിന്റെ ഊഹം ശരിയാ. അത് നിന്റെ ഉണ്ണിയേട്ടന്റെ മകള് തന്നെയാ. നീ ചെയ്തതുപോലെ തന്നെ ആ മനുഷ്യനും ചെയ്തു. നിന്നെ മറക്കാതിരിക്കാൻ വേണ്ടി നിന്റെ പേര് തന്നെ സ്വന്തം മകൾക്കും നൽകി. എന്നിട്ടെന്താ നീ എന്നോടിത് പറയാതിരുന്നത്? എന്തിന്? വെറുതെ നിന്റെ മനസ്സമാധാനം കൂടി കളയാനോ? അതിന്റെ ആവശ്യമില്ലാന്ന് തോന്നി. അവളൊരു പാവം കുട്ടിയാ. ഇത് ഫൈനൽ ഇയറാ. ഒരിക്കലും നിന്റെ സ്റ്റുഡന്റ് ആവാൻ സാധ്യതയില്ലാത്തത് കൊണ്ടാ ഞാൻ പറയാതിരുന്നത്. നീ വെറുതെ ടെൻഷൻ അടിക്കണ്ട. ഈ വർഷം കഴിഞ്ഞ് ആ കുട്ടി അങ്ങ് പോവും. അതുവരെ നീ ആ കുട്ടിയെ ശ്രദ്ധിക്കാതിരുന്നാ പോരെ? മനസ്സൊന്ന് നേരെയായി വന്നത്. മകൾ ഇവിടെയുള്ളപ്പോ ഉണ്ണിയേട്ടൻ എന്തായാലും വരും. അപ്പൊ ഒരു കൂടിക്കാഴ്ച. എനിക്ക് വയ്യ നാൻസി, ഈ ജന്മത്തിൽ എനിക്കതിനാവില്ല. ഒരിക്കലും അങ്ങനെയൊന്നും സംഭവിക്കില്ല. അങ്ങനെ പെട്ടെന്നൊന്നും വരാൻ പറ്റുന്ന സാഹചര്യത്തിലല്ല നിന്റെ ഉണ്ണിയേട്ടൻ. നീ എന്താ അങ്ങനെ പറഞ്ഞേ? നീ വാ. നീ നോക്കി, കഴിഞ്ഞ വർഷം നമ്മുടെ കോളേജിലെ സ്റ്റുഡൻസ് ക്ലബ്ബ് നിർമ്മിച്ച ഷോർട്ട് ഫിലിമിന് ഈ അവാർഡ്. അതിന്റെ രചനയും സംവിധാനമൊക്കെ രാജിക്കുട്ടിയാ. ഏറ്റവും നല്ല സംവിധാനത്തിനുള്ള അവാർഡ് മകൾക്കും ഏറ്റവും നല്ല നടനുള്ള അവാർഡ് അച്ഛനും ലഭിച്ചു. അയാളിന് നല്ലൊരു നടനുണ്ടെന്ന് ആദ്യം പറഞ്ഞത് നീയാ. സ്വന്തം മകൾ തന്നെ അത് പുറത്തു കൊണ്ടുവന്നു. മാധവക്കുറുപ്പെന്ന അച്ഛനിലൂടെ. ശരിക്കും ഒരച്ഛനായി ജീവിക്കുകയാണതിൽ നിന്റെ ഉണ്ണിയേട്ടൻ. അവൾ മിടിക്കുക. വെറും 30 മിനിറ്റ് കൊണ്ട് അവൾക്ക് നല്ലൊരു മെസ്സേജ് നൽകാൻ കഴിഞ്ഞു. നീയും അത് കാണണം. ആ കൃഷ്ണേട്ടാ എവിടെയാ? ആ ആണോ? ഞാനിപ്പോ കുടുംബ വീട്ടില. ഇല്ല, ഞങ്ങൾ നാളെ തന്നെ വരും.
വന്നിട്ട് സംസാരിച്ചാ മതിയോ? ഇവിടെ ഇപ്പൊ ചടങ്ങുകളൊക്കെ കഴിഞ്ഞു. എന്നാലും പെട്ടെന്ന് എങ്ങനെ വരിക? നാളെ ഉറപ്പായിട്ടും വരും. പാർട്ടി എവിടാ നോക്കണേ. അച്ഛന്റെ കാര്യമൊന്നും തീരുമാനമായിട്ടില്ല. എന്തെങ്കിലും വഴിയുണ്ടാക്കാം. ശരി, ഞാൻ വന്നാൽ ഉടനെ വിളിക്കാം. ഓക്കെ. ആ, നിങ്ങൾ ഇറങ്ങിയോ മോളെ? അതെ അച്ഛ, അടുത്ത ആഴ്ച വരാം. പോട്ടെ മുത്തച്ഛ. വാ മക്കളെ, രണ്ടാളും നന്നായി പഠിക്കണം കേട്ടോ. ശരി മുത്തച്ഛ. ശരി മുത്തച്ഛ. ഉം. ആ മോള് വിഷമിക്കാതെ ചെല്ല്. പിള്ളേരുടെ പഠിത്തം മുടക്കണ്ട. എന്നാൽ ഇനി വൈകിക്കണ്ട. സന്ധ്യയ്ക്ക് മുമ്പേ ചെന്ന് എത്താൻ നോക്ക. പോട്ടെ അമ്മാവ. മക്കള് ചെല്ല്. കുട്ടികളും കുടുംബമൊക്കെ ആയാ പിന്നെ അവരെന്ത് ചെയ്യാനാ? ദിവാകരനും ഇന്ന് തന്നെ പോവോ മാഷെ? ഇന്നോ നാളെയോ പോകും. നാട്ടിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാ അവന്. എന്ത് ചെയ്യാം? ഓരോരുത്തരുടെയും പ്രശ്നങ്ങൾ അവരവർക്കല്ലേ അറിയൂ. ഞങ്ങൾ അങ്ങോട്ട് ചെല്ലട്ടെ ഏട്ടാ. ഞാനും വരുന്നുണ്ട്. എനിക്ക് ടൗണിൽ ഒരാളെ കാണാനുണ്ട്. അച്ഛൻ എന്ത് പറഞ്ഞു? അച്ഛന് നല്ല പ്രയാസമുണ്ട്. ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആർക്കും ഒന്നും ചെയ്യാനാവില്ല. 2 ദിവസം കഴിയുമ്പോൾ എല്ലാം ശരിയാവും. ഇടയ്ക്ക് നമ്മളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. തൽക്കാല സഹായത്തിന് രാമനുണ്ണി ഉണ്ടല്ലോ. എന്നാ പിന്നെ നിങ്ങൾ കേറ്. ദിവാകരേട്ടാ, ഇതാ. എന്താ ദാസ? സാധാരണ വാങ്ങുന്നതിലും കുറച്ച് എഴുതിയിട്ടുള്ളൂ. ഇതാണോ കുറവ്? വൈകിട്ട് ശ്രീകുട്ടനെ കണ്ടാൽ മതി. അവനല്ലേ ഏർപ്പാടാക്കിയത്. എന്നാ പിന്നെ നിങ്ങൾ വിട്ടോ. സ്വന്തം അമ്മയുടെ അടിയന്തരത്തിനും പിശുക്ക്. കഷ്ടം. പണിക്കാർക്കൊക്കെ വല്ലതും കൊടുത്തോ രാമ? നീ വല്ലതും കഴിച്ചോ? എന്നാ പോയി വല്ലതും വാങ്ങി കഴിക്ക. ഒരു കണക്കിന് രാമനുണ്ണി മാഷിന്റെ കൈത്താങ്ങ തന്നെ. നേരാ, പാവാ രാമനുണ്ണി. മിണ്ടാപ്രാണിയാണെന്നേ ഉള്ളൂ. എന്ത് പണി ചെയ്യാനും ഒരു മടിയുമില്ല. ശ്രീയേട്ട ഹായ്. നീ അച്ഛൻ്റെ അടുത്തേക്ക് ചെല്ല്. ഓക്കേടാ. ഹായ് ശ്രീയേട്ട. എന്തുണ്ട് വിശേഷം? ശിവേട്ടൻ വരാറുണ്ടോ? വരാറുണ്ട്. ഒരല്പം കൂടുതലാ. സാരമില്ല, ഫുഡിലൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇപ്പൊ കഴിക്കുന്ന മെഡിസിൻ തന്നെ തുടരാം. കൂടുതലും ടെൻഷനാ മാഷേ. ഇനിയിപ്പോ എന്ത് ചെയ്യാനൊക്കും? ഇതുപോലെ ചിലതൊക്കെ എല്ലാവർക്കും നേരിടേണ്ടി വരും. ഡോക്ടർ പറഞ്ഞത് നേരാ. ജനനവും മരണവും നമ്മളല്ലല്ലോ തീരുമാനിക്കണത്. അറിയാഞ്ഞിട്ടല്ലടോ. എനിക്ക് മുമ്പേ എന്റെ സാവിത്രി പോകുന്നു ഞാൻ ഒരിക്കലും കരുതിയില്ല. ജീവിതത്തിൽ ചിലതൊക്കെ നഷ്ടപ്പെട്ടാൽ ഒരിക്കലും തിരിച്ചു കിട്ടില്ലെന്ന് മാഷല്ലേ ഞങ്ങളെ പഠിപ്പിച്ചത്? അതിലൊന്നല്ലേ മാഷ മരണവും. ദൈവത്തിന് പ്രിയപ്പെട്ടവരെ നേരത്തെ കൊണ്ടുപോകും. ആ ഒരു ഭാഗ്യം ടീച്ചറിനും കിട്ടിയെന്ന് കരുതിയാ മതി. എന്നാലും പല പല അസുഖങ്ങളുള്ള എന്നെ വിട്ട് ഒരു അസുഖമില്ലാത്ത സാവിത്രി തന്നെ ഈശ്വരൻ കൊണ്ടുപോയില്ലേ? എന്താ ഇത്? അമ്മ ഒരിടത്തും പോയിട്ടില്ല. നമ്മോടൊപ്പം ഇവിടെ തന്നെ ഉണ്ട്. ഞാൻ ഇറങ്ങട്ടെ മാഷേ. ഇക്കയും ഗോവിന്ദേട്ടനും അറിയാൻ വേണ്ടി പറയുക. മാഷിനെ ഇങ്ങനെ ഒതുങ്ങിക്കൂടാൻ അനുവദിക്കരുത്. വൈകുന്നേരത്തെ നടത്തമൊക്കെ പതിവാക്കണം. എന്നാ ശരി. അച്ഛാ, ഞാനിപ്പോ വരാം. ഇനി അങ്ങോട്ട് എങ്ങനാ മാഷേ? മക്കളാരെങ്കിലും ഇവിടെ നിൽക്കുവോ? അല്ലാതെ പിന്നെ മാഷിനെ ഒറ്റയ്ക്കാക്കാൻ പറ്റുമോ? എന്താടാ നിന്റെ തീരുമാനം?
എന്നാ നിന്റെയും ഫാമിലിയുടെയും മടക്കയാത്ര? ഗംഗയുടെ വിസ തീരാൻ ഇനി ഒരാഴ്ചയേ ഉള്ളൂ. അതിനു മുമ്പ് അവിടെ ഇറങ്ങണം. പക്ഷേ എന്താ വേണ്ടെന്ന് എനിക്ക് അറിയില്ലടാ. നീ കുറച്ചുകൂടി പ്രാക്ടിക്കൽ ആവണമെന്നേ ഞാൻ പറയൂ. 2 വർഷം കൂടി കഴിഞ്ഞാൽ നിനക്ക് നാട്ടിൽ വന്ന് ജോലി തുടരാമല്ലോ. അതുവരെ മാഷിനോടൊപ്പം മറ്റാരെങ്കിലും നിൽക്കട്ടെ. ആര് നിൽക്കാൻ? ചടങ്ങുകൾ കഴിയാൻ കാത്തു നിൽക്കായിരുന്നു എല്ലാവരും. നമ്മൾ വരും മുമ്പ് അളിയനും ഫാമിലിയും പോയി. ദിവാകരേട്ടൻ ഇന്നോ നാളെയോ പോവും. അവരാരും മാഷിന്റെ കാര്യമൊന്നും പറഞ്ഞില്ലേ? എന്ത് പറയാൻ, ഓരോരുത്തർക്കും അവരുടേതായ പ്രശ്നങ്ങളല്ലേ. ഒരു കുടുംബത്തിന്റെ നിലവിളക്കാട അമ്മ. അതണഞ്ഞാൽ പിന്നെ ഇരുട്ടാ. ആരും അവിടെ ഒറ്റപ്പെട്ടു പോകും. എന്റെ അച്ഛനും ഇപ്പൊ അങ്ങനെ ഒരു ഇരുട്ടില്ല. എന്താടാ ഇത്? നീ ഇങ്ങനെ ആയ പിന്നെ എന്ത് ചെയ്യും? വയ്യടാ, എനിക്കൊന്നും ചിന്തിക്കാൻ പോലും വയ്യ. എല്ലാം ശരിയാവും. നല്ലതുപോലെ ആലോചിച്ച് നീ തന്നെ ഒരു തീരുമാനം എടുക്ക്. ഞാൻ വിളിക്കാം. വരട്ടെടാ. ശരിടാ. ഞങ്ങൾ ഇറങ്ങട്ടെ മോനെ. ശരി. അച്ഛന്റെ ഇനിയുള്ള സമ്പാദ്യം നിങ്ങളുടെ ഈ സൗഹൃദ ഒപ്പം ഉണ്ടാവണം എന്ന് മരണം വരെ അതുണ്ടാകും. എന്നാ ഞങ്ങൾ വരട്ടെ. ശരി. ഓരോരുത്തരായി പോകുന്നു അല്ലേ മോനെ? ആരെയും പിടിച്ചു നിർത്താൻ നമുക്കാവില്ലല്ലോ അച്ഛാ. നേരാ. നമ്മൾ നമ്മളെ കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. ഉണ്ണിക്കുട്ടനെവിടെ? ഇങ്ങോട്ട് കണ്ടില്ല. പിള്ളേരോടൊപ്പം കാണും. വല്ലപ്പോഴും കിട്ടുന്ന അവസരമല്ലേ അവർക്കും. നിന്നെപ്പോലെ ഉണ്ണിക്കുട്ടനും. എന്നോടവന് ജീവന. പക്ഷെ കൂടുതൽ സ്നേഹിക്കാൻ പറ്റുന്നില്ല. കുഞ്ഞു മനസ്സല്ലേ, പോകുമ്പോ വേദനിച്ചാലും. ഒരു കാര്യത്തിൽ മാത്രമേ ഈ അച്ഛൻ പാപിയാ മോനെ. നിന്നെ ഉണ്ണിക്കുട്ടനെ കാണാൻ കൊതിയുണ്ടെന്ന് നിന്റെ അമ്മ പറഞ്ഞതാ. പക്ഷെ ഞാൻ അവളെ തമാശ പറഞ്ഞ് കളിയാക്കി. ശരിക്കും അവൾ നിങ്ങളെ കാണാൻ ആഗ്രഹിച്ചിരുന്നു. വെറും അയൽക്കാരല്ലായിരുന്നു ഞങ്ങള്. അതുകൊണ്ടാ ഞാൻ ഇങ്ങനെ പറഞ്ഞത്. മാഷിന്റെ ഒരു ചിറകല്ല, 2 ചിറകുമായിരുന്നു സാവിത്രി ടീച്ചർ. അതാ ഇപ്പൊ ഇല്ലാതായത്. അച്ചായൻ പറയുന്നതിൽ ഒരു തെറ്റുമില്ല. പക്ഷേ അച്ഛൻ ഈ വീട് വിട്ട് ഒരിക്കലും മാറി നിൽക്കില്ല. സാവധാനം പറഞ്ഞ് മനസ്സിലാക്കാമെന്ന് വെച്ചാ അതുവരെ അച്ഛനോടൊപ്പം നിൽക്കാൻ ഇവിടെ ആരെങ്കിലും വേണ്ടേ? ഉള്ളത് പറയാലോ. വീട്ടിൽ നിന്ന് മാറി നിൽക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല. ഈ ദിവാകരേട്ടന് കോൺട്രാക്ടർ എന്ന പേരേ ഉള്ളൂ. ചുറ്റിനും കണക്കാരാ. അതുമല്ല, ഇന്നോ നാളെയോ ഏട്ടൻ വരും. ദേ ഇവരെ എന്നെ ഏൽപ്പിച്ചിട്ടാ ഏട്ടൻ ബോംബെക്ക് പോയത്. മോൾ എന്നാ പോണത്? ശ്രീയേട്ടനൊന്നും പറഞ്ഞില്ല. എന്റെ വിസ ഈ ആഴ്ച തീരും. അതിനു മുൻപ് പോകേണ്ടി വരും. അത് പിന്നെ പോകാതെ പറ്റില്ലല്ലോ, നിങ്ങളുടെ ഭാവിയല്ലേ. ഞാനും അത് തന്നെ പറഞ്ഞത്. ജോലി വിദേശത്തായാലും സ്വദേശത്തായാലും ഭാവിയാണല്ലോ എല്ലാവരുടെയും പ്രശ്നം. ഇതിലിപ്പോ ചിന്തിക്കാൻ ഒന്നുമില്ല. ഞാനും ശ്രീകുട്ടനും കൂടി നല്ലൊരു ഹോം നേഴ്സിനെ വെച്ചാ പോരെ. അച്ഛന് പിന്നെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അല്ലറ ചില്ലറ സഹായത്തിന് രാമനുണ്ണി ഉണ്ടല്ലോ. മുത്തച്ഛ ഐസ്ക്രീം. മുത്തച്ഛന് വേണ്ട കുട്ടാ, മോൻ കഴിച്ചോ. എന്താ മോനെ ഇത്? മുത്തച്ഛൻ കഴിച്ചാൽ ഞാനും കഴിക്കൂ. പിണങ്ങണ്ട, മുത്തച്ഛൻ കഴിക്കാം. നല്ല ഐസ്ക്രീം അല്ലേ മുത്തച്ഛ? നല്ല ഐസ്ക്രീം.
എന്താ മുത്തച്ഛ? അയ്യോ മുത്തച്ഛ, 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 അമ്മേ, അമ്മേ, ഓടി വാ. മുത്തച്ഛന് വയ്യ. അമ്മേ, അമ്മേ. അയ്യോ അച്ഛാ, മുത്തച്ഛ, 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 മുത്തച്ഛ. എന്താ ഏ? എന്ത് പറ്റി അമ്മാവ? എന്ത് പറ്റി എന്ത് പറ്റി അമ്മാവ എന്ത് പറ്റി? എന്താ അമ്മാവ? അച്ഛാ ദാ. എന്താ അച്ഛാ, എന്താ പറ്റിയേ? മോന്റെ കയ്യിൽ നിന്ന് അല്പം ഐസ്ക്രീം വാങ്ങി കഴിച്ചതാ. പ്രതീക്ഷിച്ചില്ല. തണുത്തതൊന്നും കഴിക്കരുതെന്ന് ഡോക്ടർ അച്ഛനോട് പറഞ്ഞിട്ടുള്ളതല്ലേ? കുറിയൊക്കെ അമ്മാവനും ശ്രദ്ധിക്കണം. ഒന്നാമതേ അമ്മ കൂടി ഇല്ലാത്തതാ. ഇങ്ങനൊരു അനുഭവം ആദ്യമായിട്ടാ മോളെ. ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം. ഇപ്പൊ എങ്ങനെയുണ്ട് അച്ഛാ? നല്ല ആശ്വാസമുണ്ട്. അച്ഛൻ വന്ന് കുറച്ചേരം കിടക്ക്, ക്ഷീണം മാറട്ടെ. വാ. അച്ഛാ, ഞങ്ങൾ ഉടനെ പുറപ്പെടും. അച്ഛൻ ഉറങ്ങുകയാണെങ്കിൽ വിളിക്കില്ല. അമ്മാവൻ ഇവിടുന്ന് മാറി നിൽക്കുമായിരുന്നെങ്കിൽ കുറച്ചു ദിവസം ഞങ്ങളോടൊപ്പം നിൽക്കാമായിരുന്നു. ഇവിടം വിട്ടൊരു ജീവിതം എനിക്കില്ല മോളെ. ഒരു കാര്യമേ നിങ്ങളോടല്ല എനിക്ക് പറയാനുള്ളൂ. എന്റെ അച്ഛൻ എനിക്ക് തന്നതായി ഈ വീട്. എന്റെ കാലം കഴിഞ്ഞാലും നിങ്ങളെല്ലാം വല്ലപ്പോഴും ഇവിടെ ഒത്തുകൂടണം. എങ്കിലേ വരും കാലത്ത് നിങ്ങളുടെ മക്കൾക്ക് രക്തബന്ധങ്ങളുടെ വില നിലനിർത്താനും തിരിച്ചറിയാനും കഴിയൂ. എന്നാൽ ഇനി വൈകിക്കണ്ട, പോകാൻ നോക്കാം. കണ്ണാടി പോലായിരുന്നമ്മ കാലമാമ്യവനികയ്ക്കുള്ളിലിന്നിവിടെയോ നോവിന്റെ തേങ്ങലായി പോയി മറഞ്ഞു. നോവിന്റെ തേങ്ങലായി പോയി മറഞ്ഞു. മനസ്സിന്റെ ഉള്ളിലിന്നിവിടെയോ തിരയുന്നു അമ്മതൻ സ്നേഹത്തിൻ ഓർമ്മക്കുറിപ്പുകൾ. മായാതെ നിന്നൊരാ സ്നേഹത്തിൻ നാളുകൾ, ഉള്ളിന്റെ ഉള്ളിലെ തേങ്ങലുകൾ. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ? ശരിയാട്ടെത്തി. ഇനിയിപ്പോ വിഷമിച്ചിട്ടൊന്നും കാര്യമില്ല. ഞാൻ പറഞ്ഞത് നീ ഗൗരവമായിട്ടെടുക്കണം. മനഃപൂർവ്വമല്ലല്ലോ, സാഹചര്യമല്ലേ. ഇനി 2 വർഷം കൂടി കഴിഞ്ഞാൽ നിനക്കൊരടിത്തറയാവും. പിന്നെ നാട്ടിലേക്ക് വന്ന് ജോലിയിൽ തുടരാമല്ലോ. അപ്പോ അച്ഛന്റെ ഒപ്പം നിൽക്കുകയും ചെയ്യാം. എനിക്കിവിടെ നിൽക്കാൻ താല്പര്യമില്ലാഞ്ഞിട്ടല്ല, നിനക്കറിയാലോ, ശ്യാമളയോ അച്ഛനും തമ്മിൽ ഒരിക്കലും ചേരില്ല. സാരമില്ല ഏട്ടാ, ഏട്ടൻ ചെല്ല്. എല്ലാം ഈശ്വര നിശ്ചയം പോലെ വരട്ടെ. സ്നേഹത്തിൻ ദീപമായി ജീവന്റെ ജീവനായി എന്നും നിഴലായി തുണയായിരുന്നമ്മ, നൊമ്പരം പേറുന്ന കണ്ണുനീർ മുത്തുമായി തേടുന്നു ഞാനാ പഴയ ബാല്യം. തേടുന്നു ഞാനാ പഴയ ബാല്യം. ശ്രീയേട്ട, നേരെ ഒരുപാടായി, കിടക്കുന്നില്ലേ? ഉറങ്ങാൻ പറ്റണില്ല, അതാ ഇവിടെ വന്നിരുന്നത്. എന്ത് പറ്റി ശ്രീയേട്ടന്? ഞാനൊരു കാര്യം പറഞ്ഞാൽ നീ ഗൗരവമായിട്ടെടുക്കൂ. എന്താ ശ്രീയേട്ടൻ അങ്ങനെ പറഞ്ഞത്? ശ്രീയേട്ടന്റെ ഏത് തീരുമാന ഞാൻ നിസ്സാരമായിട്ട് കണ്ടിട്ടുള്ളത്? ഇതങ്ങനല്ല. എന്താ ശ്രീയേട്ട, എന്താണേലും എന്നോട് പറയേ. ഇത്രയും കാലം എന്റെ അച്ഛന്റെ നിഴലായി അമ്മയുണ്ടായിരുന്നു. പക്ഷെ ഇന്നെന്റെ അച്ഛൻ തനിച്ച. അത് പാടില്ല. ഞാനുള്ളപ്പോ എന്റെ അച്ഛൻ ഒറ്റപ്പെടാൻ പാടില്ല. എന്താ ശ്രീയേട്ടൻ പറഞ്ഞു വരുന്നത്? മറ്റാരെക്കാളും നിനക്കെന്നെ മനസ്സിലാവും.
ജീവിതത്തിൽ ഒരു മക്കൾക്കും കിട്ടാത്ത ഭാഗ്യം കിട്ടിയവനായി ഞാൻ. ജന്മം കൊണ്ട ശേഷം വിദേശത്ത് പോയ 3 വർഷങ്ങളെ ഞാൻ എൻ്റെ അച്ഛനും അമ്മയും പിരിഞ്ഞിരുന്നിട്ടുള്ളൂ. പക്ഷേ അന്നൊക്കെ അച്ഛന് തുണയായി എൻ്റെ അമ്മയുണ്ടായിരുന്നു. പാവ ഇന്ന് എൻ്റെ അച്ഛൻ തനിച്ച. ഇനിയുള്ള കാലം അച്ഛന് തുണയായി എനിക്ക് ജീവിക്കണം. അപ്പോ നമ്മുടെ യാത്ര? ഈ ജോലി നിന്റെ സ്വപ്നമല്ലേ, അത് നഷ്ടപ്പെടുത്താൻ പാടില്ല. അതുകൊണ്ട് നീയും മോനും ഉടനെ മടങ്ങിപ്പോണം. ശ്രീയേട്ടാ, ഞാൻ അവിടെ നിന്റെ ഏട്ടനും കുടുംബം ഉള്ളതുകൊണ്ട് ഒറ്റയ്ക്കാകുമെന്ന ടെൻഷനും വേണ്ടല്ലോ. നല്ലതുപോലെ ആലോചിച്ചിട്ടാ ഞാൻ ഇങ്ങനൊരു തീരുമാനം എടുത്തത്. അച്ഛനെ ഒറ്റപ്പെടുത്താൻ എനിക്കും ആവില്ല. പക്ഷേ എങ്ങനെയെങ്കിലും 2 വർഷം കൂടി നമ്മൾ അവിടെ പിടിച്ചു നിന്നാ പിന്നെ സേഫാ. അതറിയാഞ്ഞിട്ടല്ല. അതുവരെ അച്ഛനെ ആര് നോക്കും? മിണ്ടാനും പറയാനും കഴിയാത്ത രാമനുണ്ണിയോ, അതോ എവിടെ നിന്നോ വന്ന ഒരു ഹോം നേഴ്സോ? ഇവിടെ നമ്മൾ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. അച്ഛൻ്റെ മനസ്സ് ഞാൻ അറിയുന്നുണ്ട്. ആ വേദന ഞാൻ അനുഭവിക്കുന്നുണ്ട്. പണ്ട് തൊടിയിലും മുറ്റത്തുമൊക്കെ വീണു പോകാൻ എന്നെയും കൊണ്ട് നടക്കുന്ന അച്ഛൻ്റെ രൂപം എൻ്റെ മനസ്സിലുണ്ട്. ഇന്ന് അച്ഛൻ്റെ അവസ്ഥ അന്നത്തെ എൻ്റെ ബാല്യ. ആ കടം എനിക്കും വീട്ടണ്ടേ? അതിനെന്നെ സഹായിക്കാൻ നിനക്ക് മാത്രമേ കഴിയൂ. എന്താ ശ്രീയേട്ടാ ഇത്? ശ്രീയേട്ടന്റെ തീരുമാനങ്ങൾക്കൊപ്പമേ ഞാൻ എന്നും നിന്നിട്ടുള്ളൂ. അന്നും ഇന്നും ശ്രീയേട്ടന്റെ അച്ഛനെ ഞാനും അച്ഛനെ വിളിച്ചിട്ടുള്ളൂ. ആ സ്ഥാനത്തെ കണ്ടിട്ടുള്ളൂ. ഞാൻ എന്ത് വേണമെന്ന് ശ്രീയേട്ടൻ തന്നെ തീരുമാനിച്ചാൽ മതി. ഞാൻ അതുപോലെ ചെയ്യാം. ഇത്രയും മതി എനിക്ക്. എൻ്റെ മനസ്സിൻ്റെ വേദന കാണാൻ നിനക്ക് മാത്രമേ കഴിയൂ. ഇപ്പൊ നമ്മളിത് ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ ജീവിതകാലം മുഴുവൻ നമ്മൾ വേദനിക്കേണ്ടി വരും. അച്ഛാ, എന്താ അച്ഛാ രാവിലെ പതിവില്ലാത്തൊരു ഉറക്കം? സുഖമല്ലേ? കുഴപ്പമൊന്നുമില്ല മോനെ. ഇന്നലെ തീരെ ഉറക്കം വന്നില്ല, അതാ. മറ്റന്നാ വൈകുന്നേരമല്ലേ നിങ്ങളുടെ ഫ്ലൈറ്റ്? അതെ അച്ഛാ. എന്താ ചെയ്ത്? അമ്മയുടെ മോതിര. ജീവിതത്തിൽ നിന്ന് പെട്ടെന്നൊരു മടക്കയാത്ര നിന്റെ അമ്മ മനസ്സിൽ കണ്ടു കാണും. അതുകൊണ്ടാവും നേരത്തെ ഇതെന്നെ ഏൽപ്പിച്ചത്. നീ വരുമ്പോ തരാൻ സൂക്ഷിച്ചതാ. എല്ലാരും പോയിട്ടാകാന്ന് കരുതി. നിന്റെ അമ്മ ഇവിടെ തന്നെയുണ്ട്. ഇന്നലെ എനിക്കത് ബോധ്യായി. എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് പോകാൻ അവൾക്കാകില്ല. എന്താടാ ഇത്? കരയാതടാ, കരയാതടാ. നീ കരഞ്ഞ അച്ഛനത് താങ്ങാനാവില്ല. വയ്യച്ച, അച്ഛനെ ഒറ്റയ്ക്കാക്കിയിട്ട് പോവാൻ എനിക്ക് വയ്യ. അങ്ങനൊരു ജീവിതം എനിക്ക് വേണ്ട. എന്താടാ ഇത്? അങ്ങനൊന്നും ചിന്തിക്കരുത്. നിന്റെ മനസ്സ് അച്ഛനറിയാം. ഇന്ന് നീ ഒറ്റയ്ക്കല്ല, നിനക്കൊരു കുടുംബമുണ്ട്. എവിടായാലും നിങ്ങൾ സന്തോഷത്തോടെ ഇരിക്കണം. ഇല്ലച്ച, അച്ഛൻ വേദനിക്കുമ്പോൾ എനിക്ക് സന്തോഷിക്കാനാവില്ല. ഗംഗയോട് ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ട്. അവൾക്ക് എന്നെ അറിയാം, അച്ഛനെ അറിയാം. അച്ഛനെ ഒറ്റയ്ക്കാക്കാൻ അവൾക്ക് മനസ്സില്ല. അത് പാടില്ല മോനെ.
ഒരു മകളെക്കാൾ എനിക്ക് സ്നേഹം തരുന്നവൾ അവൾ. അതില്ലാണ്ടാവരുത്. അങ്ങനൊന്നും അച്ഛൻ ചിന്തിക്കണ്ട. തൽക്കാലം ഗംഗയും മോനും മടങ്ങിപ്പോട്ടെ. അവിടെ മോഹനേട്ടനും കുടുംബമുണ്ടല്ലോ. 2 വർഷം കൂടി അവിടെ തുടർന്നാൽ അതവൾക്ക് ഗുണം ചെയ്യും. എന്നാലും മോനെ, അച്ഛൻ ഇനി എതിരൊന്നും പറയണ്ട. ഞങ്ങൾ ഒരുമിച്ചെടുത്ത തീരുമാനമായത്. ഇതറിഞ്ഞപ്പോ ഗംഗയുടെ അച്ഛനും നന്നായെന്നേ പറഞ്ഞുള്ളൂ. ഇനിയുള്ള കാലം എന്റെ അച്ഛന് തണലായി ഞാനുണ്ടാവും. ശ്രീകുട്ടന്റെ തീരുമാനം ഒരു തെറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല മാധവേട്ട. അച്ഛനമ്മമാരോട് സ്നേഹമുള്ള മക്കൾക്ക് ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ കഴിയൂ. അതുകൊണ്ടല്ല ഞാൻ പറഞ്ഞത്. പ്രായം ചെല്ലുമ്പോ ഒറ്റപ്പെടേണ്ടി വന്നാൽ ഒറ്റപ്പെട്ടല്ലേ പറ്റൂ. അവർ പിള്ളേരാ. ജീവിതം തുടങ്ങിയിട്ടേ ഉള്ളൂ. 2 പേരും 2 എങ്ങനെ ശരിയാവുക? ഒക്കെ ശരിയാവും. 2 വർഷത്തെ കാര്യമല്ലേ ഉള്ളൂ. അതിപ്പോ 2 ആഴ്ച പോലെ അങ്ങ് പോവും. പിന്നെ അവർക്ക് ഇവിടെ മാധവേട്ടനോടൊപ്പം കഴിയാലോ. അമ്മയില്ലാത്ത ഈ വീട്ടില് അച്ഛനെ ഒറ്റയ്ക്കാക്കാൻ ഞങ്ങൾക്ക് 2 ആൾക്കും ആഗ്രഹമില്ല. ഈ അച്ഛനെ കരുതി എന്റെ മക്കളുടെ ഭാവി ഇല്ലാതാകരുത്. നാളെ ഇതിന്റെ പേരിൽ അച്ഛനെ ആരും പഴി പറയരുത്. ആരും ഒന്നും പറയില്ല. ആവശ്യമില്ലാത്ത ഒന്നും മാധവേട്ടൻ ചിന്തിച്ചു കൂട്ടണ്ട. മാതാപിതാക്കളോട് സ്നേഹമുള്ള മക്കള് പല തീരുമാനവും എടുക്കും. അവിടെ മറ്റുള്ളവർ ഇടപെടേണ്ട കാര്യമില്ല. ഇവിടെ ദൈവം ചിലത് തീരുമാനിച്ചിട്ടുണ്ട്. അത് നടന്നേ മതിയാകും. അച്ഛന്റെ ഡ്രസ്സൊക്കെ ഏത് പെട്ടിയിലാ വെക്കുന്നേ? അച്ഛൻ നമ്മളോടൊപ്പം വരുന്നില്ല മോനെ. അതെന്താ? അച്ഛൻ ഓഫീസിൽ പോയിട്ട് പിന്നീട് വരും. നമുക്ക് നേരത്തെ പോവാം. എന്നാ ഞാനും അച്ഛൻ്റെ കൂടെ വന്നോളാം. ഉണ്ണിക്കുട്ടാ, അച്ഛന്റെ നല്ല മോനല്ലേ. അമ്മ പറയുന്നത് പോലെ കേൾക്കണം. നമുക്ക് ഒരുമിച്ച് പോവാ അച്ഛാ. അച്ഛൻ പിന്നാലെ വന്നോളാം മോനെ. ദേ മനുവും ശ്രുതിയും നിന്നെയും കാത്തിരിക്കുക. ആണോ? ആ, നിനക്കവിടെ അങ്കിൾ നല്ല ഉയരത്തിൽ പറക്കുന്ന ഹെലികോപ്റ്റർ വാങ്ങി വെച്ചിരിക്കുക. ഹായ്, ഏത് കളറാ? അതവിടെ പോയാലേ അറിയാൻ പറ്റൂ. ഞാൻ ഇത് മുത്തച്ഛനോട് പോയി പറഞ്ഞിട്ട് വരാം. എയർപോർട്ടിലേക്ക് ശ്രീയേട്ടൻ വരണ്ട. അച്ഛനുണ്ടാവുമല്ലോ. മോന് അവനത് വിഷമാവും. ഞാനും അത് പറയാനിരുന്നതാ. ഞാനിന്ന് വിനയനെ കാണുന്നുണ്ട്. അവനും കൂടി വരും. അവനാവുമ്പോ എയർപോർട്ടിൽ പലരെയും അറിയാം. ഉണ്ണിക്കുട്ടന്റെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ വേണം. അച്ഛൻ എപ്പോഴാ വരുന്നേ? അച്ഛൻ ഉടനെ വരും. മോൻ നന്നായി പഠിക്കണം കേട്ടോ. മൂമ്പ അച്ഛാ, ഞാൻ മോള് സന്തോഷത്തോടെ പോയിട്ട് വാ. ഇനി വൈകണ്ട, നീ ചെല്ല്.
ഗംഗേ, എന്താ ഇത്? എന്താ ഈ കാണിച്ചത്? എന്ത് പറ്റുന്ന വയ്യ ശ്രീയേട്ട, എനിക്ക് പോകാൻ പറ്റുന്നില്ല. ഒറ്റയ്ക്കൊരു ജീവിതം നമുക്ക് വേണ്ട. ഈ അച്ഛനെ ശ്രീയേട്ട സ്നേഹിക്കുന്നത് പോലെ നമ്മുടെ മോനും ശ്രീയേട്ടനെ സ്നേഹിക്കണം. അതിന് നമ്മൾ ഒരുമിച്ചുണ്ടാവണം, അതെവിടെയായാലും. മാതാപിതാക്കളെ ഒറ്റപ്പെടുത്തുന്ന മക്കളുടെ ഇരുളടഞ്ഞ മനസ്സുകളിലേക്ക് ഈ ചിത്രം ഒരു തെളിദീപമാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എന്താടി ഇത്? ഈ അഭിനയം കണ്ടാണ് നീ കരഞ്ഞതെങ്കിൽ ഇനി ഒന്നുകൂടി നീ അറിയണം, ഇതിലും മോശമായ അവസ്ഥയിൽ ആ മനുഷ്യൻ ഇന്ന് സിറ്റി ഹോസ്പിറ്റലിലാ. ഇന്നൊരാൾക്കും തിരിച്ചറിയാനാവാത്ത വിധം അയാൾ ഒരുപാട് മാറിപ്പോയിരിക്കുന്നു. ചില രോഗങ്ങൾ ഒരു മനുഷ്യനെ എത്രമാത്രം മാറ്റും എന്നുള്ളതിന്റെ തെളിവായത്. എല്ലാത്തിനും താങ്ങും തണലുമായി പാവം ആ കുട്ടി മാത്രമേ ഉള്ളൂ. അവളുടെ അമ്മ 4-5 വർഷം മുൻപ് മരിച്ചു. ഫിറ്റ്സിന്റെ പ്രോബ്ലം ഉള്ള സ്ത്രീയായിരുന്നു. പെട്ടെന്നൊരു ദിവസം ബാത്റൂമിൽ വീണതാ. ഉണ്ണിയേട്ടൻ എന്താ പറ്റിയേ? പണ്ട് അമ്മയ്ക്കുണ്ടായ അതേ പ്രശ്നം. ഇനിയൊന്നും ചെയ്യാനില്ല. ഏത് നിമിഷവും. രാജി, എന്താ ഇത്? നീ ഇത്രയൊക്കെ ഉള്ളോ? എനിക്കൊന്ന് കാണാൻ പറ്റുമോ? ഒരേ ഒരു പ്രാവശ്യം. വാ. നാൻസിയോ? എന്നോടൊപ്പം ഒരാളും കൂടി ഉണ്ട്. വന്നൂന്നറിഞ്ഞു. ഒന്നും അറിയിക്കരുതെന്ന് പറഞ്ഞതാ. ഇവരാരും കേട്ടില്ല. ഇങ്ങനൊരു കൂടിക്കാഴ്ച ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല. വിവരങ്ങളെല്ലാം അറിയുന്നുണ്ടായിരുന്നു. മോന്റെ പേര് ഉണ്ണിക്കുട്ടൻ എന്നാണല്ലേ? ജീവിതം ഇങ്ങനെയൊക്കെയാ. നമ്മളൊക്കെ ചിന്തിക്കുന്നതിലും എത്രയോ അകലെയാ ഈശ്വരന്റെ തീരുമാനം. ഒരു കണക്കിന് ഞാൻ ഭാഗ്യവാനാ. എന്റെ അമ്മ അനുഭവിച്ച അതേ വേദന എന്തെന്നറിയാൻ എനിക്കും കഴിഞ്ഞല്ലോ.
എന്താടി ഇത്? നീ എഴുന്നേറ്റ് ഡ്രസ്സൊക്കെ മാറി ഒന്ന് ഫ്രഷ് ആവ്. ശരീരം തണുക്കുമ്പോ മനസ്സും ഒന്ന് തണുക്കും. ഇതൊന്നും നമ്മുടെ തീരുമാനങ്ങളല്ലല്ലോ, ദൈവനിയോഗ. ആ മനുഷ്യനെ പോയി കാണാൻ നിനക്ക് തോന്നിയല്ലോ, അത് തന്നെ വലിയ കാര്യമാ. മാത്യു സാറെ വിളിച്ചപ്പോ ഞാൻ പറഞ്ഞു, അത് നന്നായെന്നേ സാറും പറഞ്ഞുള്ളൂ. എനിക്കറിയാം നിന്റെ മനസ്സ്. രണ്ടാളും ഒന്നും മനഃപൂർവ്വം ചെയ്തതല്ലോ. നേര് പറഞ്ഞ നീ ഇവിടെ വന്നത് മുതൽ പലതും ചോദിക്കണമെന്ന് ഞാൻ കരുതിയതാ. പിന്നെ വേണ്ടെന്ന് വെച്ചു. നീ മറക്കാൻ ശ്രമിക്കുന്ന ഒന്നും ഞാനായിട്ട് ഓർമ്മിപ്പിക്കണ്ടെന്ന് വിചാരിച്ചു. മറക്കാനോ? ഈ ജന്മത്തിൽ എനിക്കതിനാവോ? ഉണ്ണിയേട്ടന്റെ ഇന്നത്തെ അവസ്ഥയ്ക്ക് പോലും കാരണം ഒരുപക്ഷെ ഞാനാവും. ഇതൊക്കെ കാണാനാവും ഈശ്വരൻ വീണ്ടും എന്നെ ഇവിടേക്ക് കൊണ്ടുവന്നത്. അന്നും ഇന്നും വ്യക്തമായിട്ടൊന്നും എനിക്കറിയില്ല. കോളേജിൽ നിന്ന് നമ്മൾ പിരിഞ്ഞു പോകുന്ന സമയത്തായിരുന്നു ഞങ്ങളുടെ വിവാഹം ഉറപ്പിച്ചിരുന്നത്. നന്മ നിറഞ്ഞൊരു പ്രണയത്തിന് പര്യവസാനം ഉണ്ടായല്ലോ എന്ന് ഞാനും സന്തോഷിച്ചു. പിന്നീട് സംഭവിച്ചതൊന്നും ഞാൻ അറിഞ്ഞില്ല. അറിയാൻ ശ്രമിച്ചപ്പോഴേക്കും നീ ഇവിടുന്ന് പോയിരുന്നു. കുറെയൊക്കെ ആരോ പറഞ്ഞറിഞ്ഞു, പക്ഷെ ഒന്നും വ്യക്തമായി അറിയില്ല. എന്താടി, എന്താ ശരിക്കും നിങ്ങൾക്കിടയിൽ സംഭവിച്ചത്? ഇന്ന് വരെ ആരോടും ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഓർമ്മ വെച്ച കാലം മുതൽ ഒരു നിഴലായി, കളിക്കൂട്ടുകാരനായി എന്നോടൊപ്പം ഉണ്ണിയേട്ടൻ ഉണ്ടായിരുന്നു. അച്ഛൻ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്ന അച്ഛന്റെ കൂട്ടുകാരന്റെ മകൻ എന്ന പരിഗണന ഞങ്ങളുടെ സൗഹൃദത്തിന് തുണയായി. നന്മ നിറഞ്ഞ ആ സ്നേഹത്തിന് മുൻപിൽ പണ്ടേ ഞാൻ എന്റെ മനസ്സ് ഉണ്ണിയേട്ടന് നൽകിയിരുന്നു. ഒരിക്കലും പിരിയില്ല എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ടായിരുന്നു. അതായിരുന്നു ഞങ്ങൾ. ആരാണാദ്യം കണ്ടതെന്ന് ഓർമ്മയുണ്ടോ പെണ്ണെ, ഓർമ്മയുണ്ടോ? എന്നാണാദ്യം കണ്ടതെന്ന് ഓർമ്മയുണ്ടോ പെണ്ണെ, ഓർമ്മയുണ്ടോ? കുഞ്ഞിക്കവിളിൽ മുത്തമിട്ടതും കുഞ്ഞിക്കൈയാൽ മുഖം മറച്ചതും മറന്നു പോയോ? നീ മറന്നു പോയോ? ആരാണാദ്യം കണ്ടതെന്ന് ഓർമ്മയുണ്ടോ പെണ്ണെ, ഓർമ്മയുണ്ടോ? പണ്ടു പണ്ടൊരോണനാളിൽ തേന്മാവിൻ ചോട്ടിൽ നമ്മൾ പണ്ടു പണ്ടൊരോണനാളിൽ തേന്മാവിൻ ചോട്ടിൽ നമ്മൾ കണ്ണാരം പൊത്തിക്കളിച്ചതും ഊഞ്ഞാലിലാടി രസിച്ചതും മറന്നു പോയോ? നീ മറന്നു പോയോ? ആരാണാദ്യം കണ്ടതെന്ന് ഓർമ്മയുണ്ടോ പെണ്ണെ, ഓർമ്മയുണ്ടോ?
പണ്ടൊരിക്കൽ നിനക്കായി പവിഴമല്ലിപ്പുഴയിലെ പണ്ടൊരിക്കൽ നിനക്കായി പവിഴമല്ലിപ്പുഴയിലെ മുങ്ങിപ്പൊങ്ങി മറിഞ്ഞതും വെള്ളാരം കല്ല് തിരഞ്ഞതും മറന്നു പോയോ നീ മറന്നു പോയോ ആരാണാദ്യം കണ്ടതിന്ന് ഓർമ്മയുണ്ട് ഇന്നും ഓർമ്മയുണ്ട് എന്നാണാദ്യം കണ്ടതിന്ന് ഓർമ്മയുണ്ട് ഇന്നും ഓർമ്മയുണ്ട് കുഞ്ഞി കവിളിൽ മുത്തമിട്ടതും കുഞ്ഞി കയ്യാൽ മുഖം മറച്ചതും മറക്കുകയില്ല ഞാൻ മറക്കുകയില്ല ലാ 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 ഇതിങ്ങനെ പോയാൽ ശരിയാവില്ല ചേച്ചി. നമുക്കുണ്ടായിരുന്നു കളിക്കൂട്ടുകാർ. പക്ഷേ ഇതല്പം കടന്നുപോയി. നാട് മുഴുവൻ സൈക്കിൾ ഊറ്റി നടക്കാന്ന് പറഞ്ഞ് കുടുംബത്തിൽ പറഞ്ഞ പെൺകുട്ടികളിൽ നിന്ന് പണിയാണോ ഇത്? ജീവിതം നീ കാണുന്ന പോലെയൊന്നുമല്ല. അതിന് പണം വേണം, കുടുംബ മഹിമ വേണം. ഇതിലേതാ ചെക്കനുള്ളത്? നമ്മുടെ നാട്ടിലായിരുന്നു ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. ഇതിനെല്ലാം പണം വെച്ചു കൊടുത്ത് രാമേട്ടൻ തന്നെയാ. എന്തു പറഞ്ഞാലും രാമേട്ടൻ ഒരൊറ്റ ഭേദവാക്യേ ഉള്ളൂ: സ്വന്തം നാട്, അഭിമാനം. ഇതാണോ അഭിമാനം? ഇപ്പൊ തന്നെ കണ്ടില്ലേ, ദാ വരുന്നു എന്ന് പറഞ്ഞിട്ട് പോയ ആളാ. മണിക്കൂർ 3 ചേച്ചിക്കെന്താ ഒന്നും പറയാനില്ലേ? ഇക്കാര്യത്തിൽ എനിക്ക് മാത്രമായിട്ടൊരു തീരുമാനമൊന്നുമില്ല. നീ തന്നെ അദ്ദേഹത്തോട് സംസാരിക്ക്. ഉള്ളത് പറയാലോ ചേച്ചി. നിങ്ങൾക്ക് ഇവിടെ പറ്റില്ല. അവിടെ ഇല്ല നല്ല വീടല്ലേ, ആരോരും ഇല്ലാതെ കിടക്കുന്നത്. പരീക്ഷ കഴിഞ്ഞല്ലോ, ഇനിയുള്ളവരുടെ പഠിത്തം അവിടെ മതി. എന്താ നിന്റെ അഭിപ്രായം? എനിക്കായിട്ടൊരു അഭിപ്രായമില്ല. എവിടെ വേണേലും ഞാൻ വരാം. പക്ഷേ ഉണ്ണിയേട്ടനെ മറന്നൊരു ജീവിതം എനിക്കുണ്ടാവില്ല. കൃഷ്ണ, നല്ല ആളാ രാമേട്ടൻ. ഇപ്പൊ വരാന്ന് പറഞ്ഞു പോയിട്ട് ആ കുറുപ്പിനോട് വർത്താനം പറഞ്ഞുകൊണ്ടിരുന്ന നേരം പോണത് അറിയില്ല. ഏതായാലും പോയ കാര്യം നടന്നു. എനിക്കും പോയിട്ട് ഒരുപാട് കാര്യങ്ങളുള്ളതാ. പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളാവുമ്പോ പിന്നത്തേക്ക് ആക്കണ്ടെന്ന് കരുതി അതാ നിന്നത്. ഇതിപ്പോ 3ാമത്തെ ആലോചനയാ ഇവക്ക് വേണ്ടി ഞാൻ കൊണ്ടുവരുന്നത്. ഓരോ തവണ വരുമ്പോഴും ഓണം കഴിയട്ടെ, പരീക്ഷ കഴിയട്ടെ എന്നൊക്കെയാ രാമേട്ടൻ പറയാറ്. ഇതിൽ അങ്ങനെ ഒരു തടസ്സം പറയരുത്. അത്രയ്ക്ക് നല്ല ബന്ധമായത്. രാമേട്ടനെ അറിയാം. പെരിങ്ങോട്ടുമനയിലെ ഗോവിന്ദനായരുടെ മകനാ ചെക്കൻ. പേര് ബാലേന്ദ്രൻ, സ്കൂൾ മാഷ. ഇവക്ക് നല്ലോണം ചേരും. രാമേട്ടനൊന്ന് നിന്ന് തന്നാ മതി, ബാക്കി ഞാൻ ഏറ്റു. അതെന്താ, അവര് വെറുതെ അങ്ങ് വന്ന് കെട്ടിക്കൊണ്ടു പോവോ? അങ്ങനെയല്ല, കൊടുക്കേണ്ടത് ന്യായമായിട്ട് കൊടുക്കണം. ഓ, അങ്ങനെ കൊടുക്കേണ്ടതെല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് ഞാൻ വെറുതെ നിന്നാ മാത്രം മതി. വാസൂട്ടം നടത്തിക്കോളും. വാസു, ഈ കാണുന്നതെല്ലാം ഞാൻ നന്നായിട്ട് അധ്വാനിച്ചുണ്ടാക്കിയതാ. അതൊക്കെ അനുഭവിക്കാൻ ആകെയുള്ളത് ഞങ്ങളുടെ ഈ മോള് മാത്രമാ. ഞാനായിട്ടൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. എല്ലാം ഇവൾക്കും ഇവളോടൊപ്പം ജീവിക്കാൻ പോകുന്ന ആൾക്കും അവകാശപ്പെട്ടതാ. അതുകൊണ്ട് തന്നെ പണത്തേക്കാളേറെ എന്റെ മോളെ സ്നേഹിക്കുന്ന ഒരാളെയാ എനിക്ക് വേണ്ടത്. ബാലേന്ദ്രൻ നല്ലവനാണ് രാമേട്ട. ഒരു സ്വഭാവദോഷമില്ല. എന്തുകൊണ്ട് നമുക്ക് ചേരും. ഇവിടെ പൊന്നുപോലെ അയാൾ നോയിക്കോളൂ. വാസു, നിനക്ക് ഇവളോടുള്ള സ്നേഹം എന്താണെന്ന് എനിക്കറിയാം. ഒരിക്കലും നീ ഇവളെ പടുകുഴിയിൽ ചാടിക്കില്ലെന്നും അറിയാം. പക്ഷെ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുമ്പോ അത് ഇവൾക്കും കൂടി ഇഷ്ടപ്പെടുന്ന ബന്ധമാവണം. നിനക്കറിയാലോ, 6-7 വർഷം കുഞ്ഞില്ലാതെ വിഷമിച്ച ശേഷമാ ഈശ്വരൻ ഞങ്ങൾക്ക് ഇവളെ തന്നത്. അതുകൊണ്ട് തന്നെ എന്നും ഇവൾ സന്തോഷത്തോടെ ജീവിക്കണമെന്നാ ഞങ്ങളുടെ ആഗ്രഹം. രാമേട്ടൻ എന്തായി പറഞ്ഞു വരുന്നത്? ഉണ്ണികൃഷ്ണന്റെ കാര്യം തന്നെയാ. എന്റെ വിശ്വത്തിന്റെ മകനാണവൻ. പണമില്ലെന്ന ഒറ്റ കുറവേ ഉള്ളൂ. ഇവളെ അവൻ ഒരിക്കലും കരയിക്കില്ല. വിശ്വനും ഞാനും തമ്മിലുള്ള ബന്ധം ആർക്കും പറഞ്ഞു തരേണ്ട കാര്യമില്ലെന്നറിയാം. എങ്കിലും ഒന്നുണ്ട്,
അവന്റെ മനസ്സിൽ പണ്ടേ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ദൈവം വിധിച്ചാൽ ഉണ്ണികൃഷ്ണനെ കൊണ്ട് ഇവളെ വിവാഹം കഴിപ്പിക്കണമെന്ന്. അതൊക്കെ പണ്ടല്ലേ രാമേട്ട. അങ്ങനെ ആരൊക്കെ എന്തെല്ലാം ആഗ്രഹങ്ങൾ പറയുന്നു, അതെല്ലാം നടക്കണമെന്നുണ്ടോ? അതുപോലാണോ ഞങ്ങൾ തമ്മിലുള്ള ബന്ധം? ഞാനിന്ന് ജീവിച്ചിരിക്കുന്നത് തന്നെ അവൻ ദാനമായി തന്ന ജീവൻ കൊണ്ടല്ലേ. പുഴയുടെ കയത്തിലേക്ക് മുങ്ങിത്താണു പോയ എന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത് എന്റെ വിശ്വന. പക്ഷേ അന്ന് അവനെ രക്ഷിക്കാൻ മറ്റാരും ഉണ്ടായിരുന്നില്ല. അവന്റെ ഈ ആഗ്രഹമെങ്കിലും എനിക്ക് സാധിച്ചു കൊടുക്കണം. അതുകൊണ്ടാ ഇവരുടെ സൗഹൃദത്തിന് ഞാൻ വിലക്ക് കൽപ്പിക്കാതിരുന്നത്. ഞാനിത് തീരുമാനിച്ചു കഴിഞ്ഞു. വാസൂട്ടനും എന്നോടൊപ്പം ഉണ്ടാവണം. എന്റെ മോളുടെ മനസ്സ് ഈ അച്ഛന് കാണാതിരിക്കാൻ പറ്റൂ? ഈ ബന്ധം നടക്കണം ദേവകി. ഇല്ലെങ്കിൽ എന്റെ വിശ്വത്തിന്റെ മുമ്പിൽ ഞാൻ ഒരുപാട് ചെറുതായി പോവും. ഇവളുടെ അമ്മാവനൊന്നും ഈ ബന്ധത്തിന് വലിയ താല്പര്യമില്ല. എവിടെയും പണവും പ്രതാപവും മതിയല്ലോ. അതിനേക്കാൾ വിലപ്പെട്ടത് പലതും ഈ ഭൂമിയിലുണ്ട്. അതെന്താണെന്ന് എനിക്കും വിശ്വത്തിനും നന്നായി അറിയാമായിരുന്നു. എനിക്ക് ഇവൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇവളുടെ സന്തോഷമായി എനിക്ക് വലുത്. ഉണ്ണിയെ എനിക്കും ഇഷ്ടമാ. ഇതിലും വലിയൊരു ഭാഗ്യം എന്റെ ഉണ്ണിക്ക് കിട്ടുമോ രാമേട്ടാ? ഇതൊക്കെ ഈശ്വരന്റെ തീരുമാനങ്ങളാ ദേവകി. ഇന്ന് തന്നെ ജോത്സിനെ കണ്ട് നല്ലൊരു ദിവസം കുറിപ്പിച്ചിട്ടേ ഞാൻ മടങ്ങും. ഇനി ഇത് നീട്ടിക്കൊണ്ട് പോകുന്നില്ല. ഉണ്ണി വരുമ്പോ പറഞ്ഞേക്ക് ഞാൻ ഇറങ്ങുക. ആ മോള് വീട്ടിലേക്ക് ചെല്ല്, അച്ഛൻ വന്നേക്കാം. അച്ഛന്റെ ഉറച്ച തീരുമാനമായിരുന്നു അത്. ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവതി ഞാനാണെന്ന് കരുതി. പിന്നീടുള്ള തീരുമാനങ്ങൾ പെട്ടെന്നായിരുന്നു. നീ ഇങ്ങനെ പേരയ്ക്കാൻ തിന്നോട് നടന്നോ? എന്റെ ഉറക്കം പോയി. എന്തു പറ്റി? കല്യാണം ഉറപ്പിച്ചിട്ടാ? നിനക്കെല്ലാം നിസാരവാ. കല്യാണം എന്ന് പറഞ്ഞ പിള്ളേര് കളിന്ന വിചാരം. ഓരോന്നിന് കാശ് എത്ര വേണോന്നറിയോ? അതൊക്കെ സമയമാകുമ്പോ നടന്നോളൂ. ഉണ്ണിയിട്ട് ടെൻഷൻ അടിക്കാതിരുന്നാ മതി. എനിക്ക് ഇപ്പോഴേ ടെൻഷനാ. കല്യാണം കഴിഞ്ഞാലും ജീവിക്കണ്ടേ? സ്ഥിരമായിട്ടൊരു വരുമാനം ഇല്ലാതെ എങ്ങനെയാ? 4-5 കുട്ടികൾക്ക് ട്യൂഷൻ എടുത്താൽ എന്ത് കിട്ടാനാ? ഉണ്ണിയേട്ടനെ അറിയാത്ത ആളൊന്നുമല്ലല്ലോ അച്ഛൻ. കല്യാണം കഴിഞ്ഞ ഉടനെ നമുക്കൊരു കൊച്ചു ട്യൂഷൻ സെന്റർ തുടങ്ങാം. അത്യാവശ്യം ജീവിക്കാനുള്ളതൊക്കെ അവിടുന്ന് കിട്ടും. എന്റെ അച്ഛന് പണം ഉണ്ടെന്ന് കരുതി അതുകൊണ്ട് മാത്രം ജീവിക്കാനൊന്നും ഞാൻ മോഹിച്ചിട്ടില്ല. 1 രൂപയായാലും ഉണ്ണിയേട്ടന്റെ അധ്വാനം കൂടിയുള്ള കാശിനെ ഞാൻ മുൻതൂക്കം നൽകും. അത് പറഞ്ഞപ്പോ സന്തോഷം കണ്ടില്ലേ? എന്നാലും ഇനി 1 മാസം പോലും ഇല്ലല്ലോ. എന്തൊക്കെ ജോലികളാ കിടക്കുന്നേ? എല്ലാം ശരിയാ ഉണ്ണിയേട്ടാ. നമ്മുടെ പ്രാർത്ഥന ദൈവം കേട്ടില്ലേ? നാളെ ഞാനും അമ്മയുടെ ഒപ്പം നാട്ടിലേക്ക് പോവാ. കുടുംബക്കാരെയൊക്കെ കണ്ടിട്ട് കുറെ നാളായില്ലേ? നേരിട്ട് പറഞ്ഞില്ലെങ്കിൽ ആരും സഹകരിക്കില്ല. ഉണ്ണിയേട്ടൻ അറിയാലോ, ഇപ്പോഴേ പലർക്കും മുറുമുറുപ്പാ. 4-5 ദിവസത്തിനുള്ളിൽ ഞാനിങ്ങ് എത്തും. നമ്മുടെ കൂട്ടുകാരോടൊക്കെ ഉണ്ണിയേട്ടൻ തന്നെ പറഞ്ഞാൽ മതി. അത് വേണ്ട, രാജിക്കുട്ടി വന്നിട്ട് നമുക്ക് ഒരുമിച്ച് പോയി പറയാം. എന്നാൽ അത് മതി. വൈകിട്ട് അമ്പലത്തിൽ വരുമോ? ഇന്ന് ഞാനില്ല, അമ്മയും കൊണ്ട് ഡോക്ടറെ അടുത്തൊന്ന് പോണം. അതായിരുന്നു സന്തോഷത്തോടെയുള്ള ഞങ്ങളുടെ അവസാനത്തെ കൂടിക്കാഴ്ച. അമ്മയോടൊപ്പം നാട്ടിലേക്ക് പോയ ഞാൻ നിറഞ്ഞ സന്തോഷവതിയായിട്ടാണ് മടങ്ങി വന്നത്. പക്ഷേ ആ ഡിക്കിയിലുള്ള സാധനങ്ങളൊക്കെ ഒന്ന് എടുത്തേക്ക്. ബാബു വന്നിരുന്നു. ഉണ്ണിയുടെ അമ്മ ആശുപത്രിയില്ല. അല്പം കൂടുതലെന്നാ കേട്ടത്. നീ വന്ന് പെട്ടെന്ന് കേറ്. കേറ് മോളെ. രാജു വേഗം ആശുപത്രിയിലേക്ക്. ഉണ്ണിയേട്ടൻ അമ്മയ്ക്ക് എന്താ പറ്റിയേ? അല്പം സീരിയസ് ആണ്. നിങ്ങളെ അറിയിക്കാൻ ഞാൻ വീട്ടിൽ പോയിരുന്നു. സേതു പറഞ്ഞിരുന്നു. ഉണ്ണിയേട്ടനോ? അവിടെ ഉണ്ട്. പാവം ആകെ തകർന്നിരിക്കുക. നിങ്ങൾ ചെല്ല്, ഞാൻ ഈ മരുന്നെടുത്തിട്ട് വരാം.
ഉണ്ണീട്ടാ എന്തു പറ്റി? രാജിക്കുട്ടി, എന്റെ അമ്മ. ഒന്നാമതേ പേഷ്യന്റിന് മറ്റു പല അസുഖങ്ങളുള്ളതാ. ആരോഗ്യനില മോശമാകുന്നതിന് മുമ്പ് സർജറി നടത്തണം. ഉണ്ണികൃഷ്ണൻ തന്നെ വൃക്ക നൽകാൻ തയ്യാറായ സ്ഥിതിക്ക് നീട്ടിക്കൊണ്ടുപോകുന്നതിൽ അർത്ഥമില്ല. അത് പിന്നെ ഇവരുടെ വിവാഹം ഉറപ്പിച്ചിരിക്കാണ് ഡോക്ടർ. അതിനിടയിൽ പെട്ടെന്നൊരു സർജറി എന്നൊക്കെ പറയുമ്പോ വിവരങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. ഇവിടെ ഇപ്പൊ തീരുമാനം എടുക്കേണ്ടത് നിങ്ങളാ. പേഷ്യന്റെ അവസ്ഥ ഞാൻ പറഞ്ഞല്ലോ, ഒന്നുകൂടി ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. ആലോചിക്കാൻ ഒന്നുമില്ല ഡോക്ടർ, തീയതി നിശ്ചയിച്ചോളൂ. എനിക്ക് എന്റെ അമ്മയെ വേണം. ഇതൊന്നും നിസ്സാരമായിട്ട് കാണേണ്ട കാര്യമല്ല ഉണ്ണി. നിങ്ങൾ പിള്ളേരാണ്, ജീവിതം തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. ഞാൻ പിന്നെ എന്താ വേണ്ടത്? മറ്റാരെങ്കിലും വരുന്നവരെ കാത്തിരിക്കണോ? എന്റെ വേദന ഈശ്വരനറിയാം. അമ്മയ്ക്ക് വേണ്ടി എന്റെ ജീവൻ പോലും കൊടുക്കാൻ ഞാൻ തയ്യാറാ. ദയവായി ഇക്കാര്യത്തിൽ എന്നെ തടയരുത്. ഇതിന് മറുപടി വരേണ്ട രാമേട്ടന. കൂട്ടുകാരന്റെ മകനാണ്, കടപ്പാടുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോ ആദ്യം ഞാൻ എതിർത്തുവെങ്കിലും പിന്നീട് അത് ശരിയാണെന്ന് തോന്നി. അതായത് ഇപ്പൊ വിവാഹം വരെ എത്തിക്കഴിഞ്ഞു. എന്താ രാമേട്ടന്റെ അഭിപ്രായം? ഇക്കാര്യത്തിൽ ഞാൻ എന്താ പറയേണ്ടത്? ഇവിടെ ഉണ്ണിയുടെ തീരുമാനം തെറ്റാണെന്ന് പറയാൻ എനിക്കാവില്ല. ഇങ്ങനെയൊരു മകനെ കിട്ടിയതിൽ ദേവകി ഭാഗ്യം ചെയ്തോളാം. എന്നാലും എന്റെ ഉണ്ണി, ഞാൻ എന്താ ചെയ്യേണ്ടത്? മോള് പറ, അച്ഛൻ എന്താ വേണ്ടത്? അവളല്ല പറയേണ്ടത്, രാമേട്ടന. എല്ലാ കാര്യങ്ങളും പിള്ളേരെ എന്നെ തീരുമാനിച്ച മതി. പിന്നെ നമ്മളൊക്കെ എന്തിനാ? ഉണ്ണി, ഒരു കാര്യം ഞാൻ തുറന്നു പറയാം. ഇന്നലെ ഈ വിവരം അറിഞ്ഞ പോലെ ഇവളുടെ അമ്മ ഒരു തുള്ളി വെള്ളം പോലും കുടിച്ചിട്ടില്ല. ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് ശേഷം കിട്ടിയ കുട്ടിയാ. അതുകൊണ്ട് തന്നെ ഇവളുടെ ഭാവിയിൽ ഞങ്ങൾക്ക് ആശങ്കയുണ്ട്. ഉണ്ണി ഈ തീരുമാനത്തിൽ നിന്ന് പിന്മാറണം. ഇല്ലെങ്കിൽ വേണ്ട, ഇനി ഒന്നും പറയണ്ട. എനിക്കറിയാം എന്താ പറയാൻ പോകുന്നതെന്ന്. ഇവളെനിക്ക് വലുതാ, എന്റെ പ്രാണനാ. പക്ഷെ ഇവളെക്കാൾ ഒരുപാട് പ്രാണനാ എനിക്ക് എന്റെ അമ്മ. എന്റെ തീരുമാനം ഉറച്ചതാ, അതിൽ മാറ്റമില്ല. അമ്മയേക്കാൾ വലുതായി ഈ ഭൂമിയിൽ എനിക്ക് മറ്റൊന്നുമില്ല. അങ്ങനെയെങ്കിൽ ഈ നിമിഷം മുതൽ ഇവളെ നീ മറന്നേക്ക്. രാമേട്ടാ, മോളെ ഒരു വിധവയായിട്ട് കാണാൻ ആഗ്രഹമില്ലെങ്കിൽ എല്ലാം അവസാനിപ്പിച്ച് ഈ നിമിഷം ഇവളെയും കുട്ടി എന്നോടൊപ്പം പറഞ്ഞു. ഈ കാര്യങ്ങൾ ഞങ്ങൾ രാമേട്ടൻ വരുന്നില്ലേ? ഉണ്ടായിരിക്കാല്ലോ പറഞ്ഞു. മോളെ പറഞ്ഞു മനസ്സിലാക്കി. വണ്ടി സ്റ്റാർട്ട് ചെയ്യണം അങ്ങോട്ട്. അവിടെ പെട്ടെന്ന് എടുക്കണോ? ആ കറുത്ത ശനിയാഴ്ച എന്റെ സ്വപ്നങ്ങളെല്ലാം തകർന്നു വീണ ദിവസം, ഞാൻ ഈ നാട് വിട്ടുപോയ ദിവസം, പിന്നീട് ഇവിടെ നടന്നതൊന്നും ഞാൻ അറിഞ്ഞിരുന്നില്ല. ഉണ്ണിയേട്ടന്റെ ഓർമ്മകളുമായി ഓരോ ദിവസവും ഞാൻ കഴിച്ചുകൂട്ടി. പക്ഷെ ജീവിതം ഇങ്ങനെയൊക്കെയാ മോളെ. നമ്മൾ ആഗ്രഹിക്കുന്നതെല്ലാം കിട്ടിയെന്ന് വരില്ല. ചിലപ്പോ ഈശ്വരൻ നിനക്ക് വിധിച്ചത് ഇതാവും. മോളിതിന് സമ്മതിക്കണം. ബാലചന്ദ്രൻ നല്ല പയ്യനാ. വേണ്ട അച്ഛ, എനിക്ക് ഈ വിവാഹം വേണ്ട. ദയവായി എന്നെ നിർബന്ധിക്കരുത്. പിന്നെ എന്താ നിന്റെ ഉദ്ദേശം? ജീവിതകാലം മുഴുവൻ ഇങ്ങനെ കഴിയാനാ? ദേ നോക്ക്, ഈ തറവാടിന് ഒരു അന്തസ്സുണ്ട്. നീയായിട്ടത് കളയരുത്. ദൈവാനുഗ്രഹം കൊണ്ടാ ക്ഷണക്കത്ത് കൊടുക്കുന്നതിന് മുമ്പ് ഇങ്ങനെയൊക്കെ സംഭവിച്ചു. ഇതിപ്പോ മറ്റാരോട് അറിഞ്ഞിട്ടില്ല. മോളെ, ബാലേന്ദ്രനോട് എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. നീ ആയിട്ട് ഒരു വിശദീകരണത്തിന് പോയിരുന്നോ? ഈ ബന്ധം നടന്നാലല്ലേ അതിന്റെയൊക്കെ ആവശ്യമുള്ളൂ. ഉണ്ണിയേട്ടനെ മറന്നുകൊണ്ടുള്ളൊരു ജീവിതം ഈ ജന്മത്ത് എനിക്കുണ്ടാവില്ല. ആ ചിന്ത ഉണ്ണിക്കുണ്ടായില്ലല്ലോ. കഴിഞ്ഞ ആഴ്ച ഓപ്പറേഷൻ കഴിഞ്ഞു. സ്വന്തം കാര്യം വരുമ്പോ എല്ലാവരും ഇങ്ങനെ തന്നെയാ. മറ്റുള്ളവരുടെ മനസ്സ് കാണില്ല. ഇനിയിപ്പോ അവരായി, അവരുടെ പാടായി. നീ അതും ഇതും ആലോചിച്ച് സ്വന്തം ജീവിതം കളയല്ലേ മോളെ. എല്ലാം നിന്റെ നന്മയ്ക്ക് വേണ്ടിയാ മോളെ. ഉണ്ണികൃഷ്ണനോട്
ഞങ്ങൾക്കാർക്കും ഒരു വിരോധവും ഇല്ല എന്ന് കരുതി വിധിക്ക് മുമ്പിൽ നിന്നെ ഒരു പരീക്ഷണ വസ്തുവാക്കാൻ ഞങ്ങൾക്കാവില്ല. എന്നെ വിവാഹം ചെയ്തതിന് ശേഷമാണ് ഇങ്ങനെ സംഭവിച്ചതെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? ഉണ്ണിയേട്ടനെ ഉപേക്ഷിക്കാൻ പറയുമായിരുന്നു. ഇങ്ങനെയൊക്കെ ചോദിച്ച ഈ അമ്മയ്ക്കൊന്നും പറയാനില്ല. എന്നും നിന്നോടൊപ്പമേ ഞാൻ നിന്നിട്ടുള്ളൂ. നിന്റെ സന്തോഷമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. ഇത് നിന്റെ ഭാവിയുടെ കാര്യമാ. ഈ വിവാഹത്തിന് മോള് സമ്മതിക്കണം. ഇല്ലെങ്കിൽ പിന്നെ നീ ഈ അമ്മയെ കാണില്ല. നാട്ടുകാരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ പിന്നെ ഈ അമ്മ ജീവിച്ചിരിക്കില്ല. ഇനി അച്ഛന് ഒന്നും ചെയ്യാനാവില്ല മോളെ. എന്തു വേണമെന്ന് നിനക്ക് തീരുമാനിക്കാം. അമ്മയുടെ ആത്മഹത്യാ ഭീഷണിക്ക് മുൻപിൽ, അച്ഛന്റെ കണ്ണുനീരിന് മുൻപിൽ ഞാൻ മറ്റൊരാളുടെ ഭാര്യയായി. എന്നിട്ട് ഞാൻ വിധവയായില്ലേ? ഞങ്ങൾക്ക് പിറന്ന കുഞ്ഞിനെ ഒരു നോക്ക് കാണാനുള്ള ഭാഗ്യം എന്റെ ഭർത്താവിനുണ്ടായില്ല. പിന്നീട് എനിക്ക് നഷ്ടങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ആദ്യം അമ്മ, പിന്നെ അച്ഛൻ. മരണക്കിടക്കയിൽ വെച്ച് അച്ഛന്റെ നാവിൽ നിന്നാണ് ഞാൻ ആ സത്യം അറിഞ്ഞത്. എന്നെയും കൊണ്ട് നാട്ടിലേക്ക് പുറപ്പെട്ടതിന്റെ അടുത്ത ദിവസം തന്നെ ഉണ്ണിയേട്ടന്റെ അമ്മ മരിച്ചു. ഒരു ഓപ്പറേഷന് വേണ്ടി ആ അമ്മ കാത്തു നിന്നില്ല. ആ വിവരം ആരും എന്നെ അറിയിച്ചില്ല. അറിയിച്ചിരുന്നെങ്കിൽ ഒരിക്കലും എനിക്ക് ഉണ്ണിയേട്ടനെ നഷ്ടപ്പെടില്ലായിരുന്നു. പിന്നീടുള്ള എന്റെ ജീവിതം ഒറ്റപ്പെടലിൻ്റെതായിരുന്നു. എങ്കിലും ഞാൻ ജീവിച്ചു, എന്റെ മോന് വേണ്ടി. ഇപ്പോഴിതാ വിധി വീണ്ടും എന്നെ ഇവിടെ എത്തിച്ചു. എന്തിനു വേണ്ടി? ഉണ്ണിയേട്ടന്റെ അവസാനം കൂടി കാണാനോ? അതിനുവേണ്ടി എന്ത് പാപമാണ് ഞാൻ ചെയ്തത്? ഇത്രയും വലിയൊരു കനലും പേറിയ നീ ജീവിച്ചതെന്ന് എനിക്കറിയില്ലായിരുന്നു. കരയണ്ടെന്ന് ഞാൻ പറയില്ല. എങ്കിലും നീ ഒരു ഹാർട്ട് പേഷ്യന്റ് ആണെന്നുള്ള കാര്യം മറക്കരുത്. എഴുന്നേറ്റോ? ഞാൻ നോക്കുമ്പോ നീ നല്ല ഉറക്കമായിരുന്നു. അതാ വിളിക്കാത്തെ. ചായ എടുക്കട്ടെ? കുറച്ചുകൂടി കഴിയട്ടെ. ഇന്നെനി കോളേജിലേക്ക് പോകുന്നില്ല. വല്ലാത്തൊരു മൂഡൌട്ട്. ഞാൻ കാരണം നീയും മൂഡൌട്ടായില്ലേ? നേരാ. നിന്റെ ദുഃഖങ്ങൾ അറിഞ്ഞപ്പോ എന്റെ മനസ്സും വേദനിച്ചു. ഞാനൊരു കാര്യം പറഞ്ഞ നീ ഗൗരവമായിട്ടെടുക്കണം. ഇനി നിനക്കിവിടെ പറ്റില്ല. ഒരിക്കലും നിനക്കിവിടെ മനസ്സമാധാനത്തോടെ ജോലി ചെയ്യാൻ കഴിയില്ല. തൽക്കാലം കുറച്ചു നാളത്തേക്ക് ലീവ് എടുക്ക്. എന്നിട്ട് മറ്റെവിടേക്കെങ്കിലും ശ്രമിക്ക്. നിന്റെ വീട്, നിന്റെ മകൻ ഒക്കെ ഞാൻ വന്ന് കണ്ടതാ. അവിടെയാ നിനക്കിനി നല്ലത്. ഇവിടെ നിന്നാ നിന്റെ ജീവിതം ഇനി എന്താവോന്ന് പറയാൻ പറ്റില്ല. നിന്റെ മനസ്സെനിക്കറിയാം. നിനക്കെന്തെങ്കിലും സംഭവിച്ചാ ഒറ്റപ്പെട്ടു പോകുന്ന നിന്റെ മകനാവും. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഇനി എന്താ വേണ്ടതെന്ന് നീ തന്നെ തീരുമാനിക്ക്. നീ പറഞ്ഞത് ശരിയാ. ഇനി എനിക്കിവിടെ മനസ്സമാധാനത്തോടെ ജോലി ചെയ്യാനാവില്ല. ഇവിടെയെന്നല്ല, ഒരിടത്തും. അതുകൊണ്ട് ഞാൻ VRS എടുക്കാൻ തീരുമാനിച്ചു. VRS എടുക്കേ? നിനക്കെന്താ ഭ്രാന്തുണ്ടോ?
ഇനി എത്ര വർഷത്തെ സർവീസാ ഉള്ളത്? മറ്റെവിടെയെങ്കിലും ആവുമ്പോ കുറച്ച് ദിവസം കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. വെറുതെ മണ്ടത്തരം കാണിക്കരുത്. മണ്ടത്തരമൊന്നുമല്ല, നല്ലതുപോലെ ആലോചിച്ചിട്ടാ ഞാൻ ഈ തീരുമാനം എടുത്തത്. അതിനു മുൻപ് ചില കാര്യങ്ങൾ എനിക്ക് ചെയ്യാനുണ്ട്. ഒപ്പം നീയും ഉണ്ടാവണം. നീ എന്താ ഉദ്ദേശിക്കുന്നേ? ഉണ്ണിയേട്ടന്റെ ഇന്നത്തെ അവസ്ഥ എല്ലാം അറിഞ്ഞിട്ടും ഒന്നും അറിയാത്തവളെ പോലെ പോവാൻ എനിക്കാവില്ല. അങ്ങനെ ഞാൻ പോയാ ഈശ്വരൻ പോലും എന്നെ വെറുതെ വിടില്ല. ഇന്ന് തന്നെ ഉണ്ണിയേട്ടനെ ചികിത്സിക്കുന്ന ഡോക്ടറെ നമുക്ക് കാണണം. എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യണം. എത്ര പ്രായശ്ചിത്തം ചെയ്താലും ഒന്നിനും പകരമാവില്ല എന്നറിയാം. എന്റെ മനസ്സമാധാനത്തിന് വേണ്ടിയെങ്കിലും എനിക്ക് എന്തെങ്കിലും ചെയ്യണം. നിന്നോട് എനിക്ക് ബഹുമാനേ ഉള്ളൂ. ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ നിനക്ക് മാത്രമേ കഴിയൂ. എന്തിനും ഒപ്പം ഞാനുണ്ടാവും. നിനക്കറിയോ ഉണ്ണിയേട്ടനെ ചികിത്സിക്കുന്ന ഡോക്ടറെ? അറിയാം. ഡോക്ടർ മുസ്തഫ, മാത്യു സാറിന്റെ സുഹൃത്താ. ഞാൻ ഇപ്പൊ തന്നെ സാറിനെ വിളിച്ച് പറയാം. സാറ് ഡോക്ടറെ വിളിച്ചോളും. നീ പോവാൻ റെഡിയാവും. രാജീവ്കൃഷ്ണൻ ജനിച്ചതും വളർന്നതും ഇവിടെ തന്നെയല്ലേ? അതെ ഡോക്ടർ. വിവരങ്ങളെല്ലാം സാർ എന്നോട് പറഞ്ഞിരുന്നു. സത്യത്തിൽ നിങ്ങളോട് എനിക്ക് ബഹുമാനം തോന്നുന്നു. സ്വന്തം മാതാപിതാക്കളെ പോലും തെരുവിലേക്ക് വലിച്ചെറിയുന്ന ഈ കാലഘട്ടത്തിൽ ഇങ്ങനെയൊക്കെ ചിന്തിക്കാനും പ്രവർത്തിക്കാനും കഴിയുന്നത് തന്നെ വലിയ കാര്യമാണ്. എന്താണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല ഡോക്ടർ. എങ്കിലും ചോദിക്കുക, ഉണ്ണിയേട്ടനെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? കുറെ കൂടി മുമ്പായിരുന്നെങ്കിൽ ഇതിനൊരു വ്യക്തമായ മറുപടി ഞാൻ പറയുമായിരുന്നു. പക്ഷേ ഇനി അതിന് കഴിയില്ല. ആരോടും ഒന്നും പറയാതെ രഹസ്യമായി കൊണ്ടു നടന്നിട്ടാണ് ഉണ്ണികൃഷ്ണൻ ഇങ്ങനെ ഒരു അവസ്ഥയിലെത്തിയത്. ഇതിനേക്കാൾ ഫെസിലിറ്റീസ് ഉള്ള മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് വേണമെങ്കിൽ ഉണ്ണികൃഷ്ണൻ മാറ്റാം. പക്ഷേ അതുകൊണ്ടൊന്നും ഇനി കാര്യമില്ല. ഒരു പേഷ്യന്റിന് കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല ചികിത്സയാണ് ഇവിടെ നിന്ന് ലഭിക്കുന്നത്. എൻ്റെ അനുഭവത്തിൽ ജീവിതത്തെ ഇത്ര സത്യസന്ധമായി കാണുന്ന ഒരാളെ ഞാൻ ആദ്യമായിട്ട് കാണുക. ഇങ്ങനെയുള്ളവരെയാ സൃഷ്ടാവിന് കൂടുതൽ ഇഷ്ടം. ഒരുപാട് പ്രശ്നങ്ങളുള്ള ഒരു ബോഡിയാണ് ഉണ്ണിയുടേത്. ബ്ലഡ് ഗ്രൂപ്പ് പോലും വളരെ റെയറാ. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു കിഡ്നി ഡോണറെ കിട്ടാൻ തന്നെ പ്രയാസം. അഥവാ എല്ലാം ഒത്തുവന്നാൽ പോലും ഒരു സർജറിക്ക് ആ ബോഡി വഴങ്ങില്ല. ഉണ്ണികൃഷ്ണൻ ഇപ്പൊ വേണ്ടത് ചികിത്സയല്ല, സാന്ത്വനമാണ്. ഒരാഴ്ച മുമ്പ് മനസ്സ് തുറന്ന് ആ മനുഷ്യൻ എന്നോട് സംസാരിച്ചു. ഒന്നുമാകാത്ത മകൾ ഒറ്റപ്പെട്ടു പോകുമെന്നുള്ള ചിന്ത കുറച്ചൊന്നുമല്ല അയാളെ വേദനിപ്പിക്കുന്നത്. പെൺകുട്ടിയല്ലേ, കാലം അതാണല്ലോ. ഒരു ഡോക്ടർ എന്ന നിലയിൽ ഞാൻ തുറന്നു തന്നെ പറയാം. ആഴ്ചകളോ ദിവസങ്ങളോ മണിക്കൂറുകളോ മാത്രമേ ആ മനുഷ്യനെ ഉണ്ടാകൂ. നിങ്ങൾ തമ്മിലുള്ള ആത്മബന്ധം എന്താണെന്ന് ഞാൻ കുറെയൊക്കെ മനസ്സിലാക്കുന്നു. കഴിയുമെങ്കിൽ ഇനിയുള്ള സമയം ആ മനുഷ്യനൊരൽപ്പം സന്തോഷം കൊടുക്കാൻ ശ്രമിക്കുക. സന്തോഷത്തോടെ തന്നെ അവസാനിക്കട്ടെ ആ ജന്മം. രാജീവ്, എന്താ ഇത്? സാരമില്ലടോ, ഇതൊക്കെ ദൈവത്തിന്റെ തീരുമാനങ്ങളല്ലേ. അതുകൊണ്ടല്ലേ രാജിക്ക് വീണ്ടും ഈ നാട്ടിൽ തന്നെ വരാൻ തോന്നിയത്. നമ്മളൊക്കെ മനുഷ്യരല്ലേ സാർ? ആരും ഒന്നും മനഃപൂർവ്വം ചെയ്യുന്നതല്ലോ. സാഹചര്യങ്ങൾ ഓരോന്ന് ചെയ്യിക്കുന്നതല്ലേ. ജീവിതത്തോടുള്ള ആഗ്രഹങ്ങൾ പണ്ടേ എന്നെ വിട്ടു പോയതാ. മരണത്തെ സ്വയം വരിച്ച് ഒരു ഭീരുവാകാൻ ആഗ്രഹമില്ലാത്തതുകൊണ്ട് ജീവിച്ചു. ഇപ്പോഴത്തെ എന്റെ ദുഃഖം എന്റെ മോളായിരുന്നു. ആരോരുമില്ലാത്ത എന്റെ പൊന്നുമോളുടെ മുഖമായിരുന്നു. ഞാനും എന്റെ മോളും ആർക്കും ഒരു ഭാരമാകരുത് എന്ന പ്രാർത്ഥന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഇത് നല്ലൊരു തീരുമാനമല്ലേ ഉണ്ണി? ഒരിക്കലും ആ മോൾ ഇനി ഒറ്റപ്പെടില്ല. അവളുടെ വിദ്യാഭ്യാസം, ഭാവി
എല്ലാം ഇനി രാജീകൃഷ്ണന്റെ കയ്യിൽ ഭദ്രമായിരിക്കും. ഇത് ഞങ്ങളാരും പറഞ്ഞിട്ടെടുത്ത തീരുമാനമല്ല, രാജീകൃഷ്ണൻ സ്വന്തമായിട്ടെടുത്ത തീരുമാനമാണ്. ഉണ്ണി, എല്ലാം നല്ലതിനാണെന്ന് മാത്രം കരുതിയാൽ മതി. ഞാനിറങ്ങുക. എന്ത് വേണമെന്ന് ഉണ്ണി തന്നെ തീരുമാനിക്കുക. ഒരു കുറവും വരാതെ ഞാൻ അവളെ നോക്കിക്കോളാം. എന്റെ മോളെ പോലെ ഞാൻ അവളെ സ്നേഹിച്ചോളാം. അങ്ങനെങ്കിലും ഞാനൊന്ന് പ്രായശ്ചിത്തം ചെയ്തോട്ടെ ഉണ്ണിയേട്ട. ദയവായി വേണ്ടെന്ന് മാത്രം പറയരുത്. ആരോടങ്ങനെ പറഞ്ഞാലും ഈ ജന്മത്തിൽ നിന്നോടങ്ങനെ പറയാനാവൂ? നോക്ക്, നീ ഇപ്പൊ കൊച്ചുകുട്ടിയൊന്നുമല്ല. കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള പ്രാപ്തി നിനക്കുണ്ട്. ഒരു കണക്കിന് നീ ഭാഗ്യം ചെയ്തവളാ. ഇല്ലെങ്കിൽ ഇതുപോലൊരു ആന്റിയെ നിനക്ക് കിട്ടുമോ? അറിഞ്ഞുകൊണ്ട് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഒരിക്കലും ഈ ആന്റിയോട് മോൾക്ക് വെറുപ്പ് തോന്നരുത്. ആന്റിയെ ഞാൻ വെറുക്കാനോ? എന്തിന്? അങ്ങനെ ആയിരുന്നെങ്കിൽ അതെനിക്ക് എന്നെ ആകായിരുന്നു. അച്ഛൻ ഒരിക്കലും എന്നോടൊന്നും മറച്ചു വെച്ചിട്ടില്ല. ആന്റി ഇവിടേക്ക് മടങ്ങി വന്ന ദിവസം തന്നെ അച്ഛൻ അറിഞ്ഞിരുന്നു. അന്ന് ലൈബ്രറിയിൽ വെച്ച് തന്നെ എന്റെ പേരിന്റെ ശരിക്കുള്ള ഉടമയെ ഞാൻ തിരിച്ചറിഞ്ഞിരുന്നു. ഒരിക്കലെങ്കിലും അച്ഛനെ കാണാൻ ആന്റി വരണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. എന്റെ പ്രാർത്ഥന ഭഗവാൻ കേട്ടു. ഇപ്പൊ എന്റെ അച്ഛന്റെ മുഖത്തെ സന്തോഷം ഞാൻ അറിയുന്നു. ഓരോ നിമിഷവും മരിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ അച്ഛന്റെ മുന്നിൽ ചിരിച്ചുകൊണ്ട് മാത്രമേ ഞാൻ നിന്നിട്ടുള്ളൂ. സ്നേഹിക്കാൻ മാത്രമേ എന്റെ അച്ഛൻ അറിയൂ. ഒരാഗ്രഹമുള്ളൂ എനിക്ക്. ഈ മോളെ ഒറ്റയ്ക്കാക്കിയിട്ട് പോകുമ്പോ അല്പം പോലും എന്റെ അച്ഛന്റെ മനസ്സ് വേദനിക്കരുത്. എന്റെ അച്ഛൻ അത്രയ്ക്ക് പാവോ ആന്റി. സാർ, ദേ മാഡം വന്നു. പുറത്തേക്കൊന്ന് വരണമെന്ന് സാറ് പറഞ്ഞു. ഇനി ഞാൻ നോക്കിക്കോളാം. എന്തേലും അത്യാവശ്യം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാ മതി. ശരി. ഇവിടെ നല്ല തണുത്ത കാറ്റാ. സമയം പോകുന്ന അറിയില്ല. മോള എപ്പോഴും ഇവിടെ കൊണ്ടുവരാറുള്ളത്. നിർബന്ധിച്ച ഓരോ ദിവസവും കോളേജിലേക്ക് പറഞ്ഞയക്കുന്നത്. ഇപ്പൊ തന്നെ ഒരുപാട് ക്ലാസ്സുകൾ നഷ്ടപ്പെട്ടു. അവള് മിടിക്കുക ഉണ്ണിയേട്ട. എത്ര ക്ലാസ് നഷ്ടപ്പെട്ടാലും അവളത് കവർ ചെയ്തോളും. PRS എടുക്കാൻ തന്നെ തീരുമാനിച്ചു അല്ലേ? അതെ ഉണ്ണിയേട്ട. ഇനിയും നൊമ്പരങ്ങൾക്കൊപ്പം യാത്ര ചെയ്യാൻ എനിക്കാവില്ല. ചില കാര്യങ്ങൾ മനസ്സ് പറയുമ്പോൾ നമ്മൾ അനുസരിക്കണം. അങ്ങനെ ചെയ്യാതിരുന്നതാ ഇന്നെന്റെ നഷ്ടങ്ങൾ. ഈ നഷ്ടത്തിനും കാരണക്കാരൻ ഞാനാവില്ലേ? ഒരിക്കലും അല്ല ഉണ്ണിയേട്ട. അങ്ങനൊന്നും ചിന്തിക്കുക പോലും ചെയ്യരുത്. ഇതൊക്കെ ഈശ്വര നിശ്ചയ. ഇല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും വീണ്ടും കണ്ടുമുട്ടില്ല. ഉണ്ണിയേട്ടന്റെ മോളെ എനിക്ക് കിട്ടുമായിരുന്നില്ല. ആരോ എഴുതി വെച്ച കഥാപാത്രങ്ങളെ പോലെ ജീവിക്കുക നമ്മളൊക്കെ. എന്താവും ഈ കഥയുടെ അന്ത്യമൊന്നും എനിക്കറിയില്ല. ഒരുപക്ഷെ നമുക്ക് കഴിയാത്ത ജീവിതം നമ്മുടെ മക്കളിലൂടെ യാഥാർത്ഥ്യമാകൂ. അതിനാണോ ഈശ്വരൻ എന്നെ വീണ്ടും ഇവിടേക്ക് എത്തിച്ചത്? ഇല്ലെങ്കിൽ പിന്നെ എന്തിനാവും പരസ്പരം അറിയാതെ നമ്മുടെ പേര് നമ്മൾ മക്കൾക്ക് നൽകിയത്? ഈശ്വരന്റെ തീരുമാനം ഇനി ഇതാണോ ഉണ്ണേട്ട? എങ്കിലത് യാഥാർത്ഥ്യമാക്കാനുള്ള അനുവാദം മാത്രം ഉണ്ണിയേട്ടൻ എനിക്ക് തന്നാ മതി. എടുത്തോട്ടെ ഞാൻ അവള്, എന്റെ ഉണ്ണിക്കുട്ടന് വേണ്ടി.
സൂക്ഷിക്കുന്ന ഹൃദയത്തിൻ താളമാണ് പ്രണയം. ഹൃദയാക്ഷരങ്ങളിൽ ചാലിച്ചെഴുതുന്ന കവിതകളാണെന്നും പ്രണയം. കവിതകളാണെന്നും പ്രണയം. ഹൃദയാക്ഷരങ്ങളിൽ ചാലിച്ചെഴുതുന്ന കവിതകളാണെന്നും പ്രണയം. കവിതകളാണെന്നും പ്രണയം. ആദ്യാനുരാഗത്തിലറിയാതെ വിടരുന്ന ആദ്യാനുരാഗത്തിലറിയാതെ വിടരുന്ന സ്നേഹത്തിൻ പൂവാണ് പ്രണയം. സ്നേഹത്തിൻ പൂവാണ് പ്രണയം. എത്ര മറന്നാലും എവിടെ മറഞ്ഞാലും നിഴലായി വന്നിടും പ്രണയം. നിഴലായി വന്നിടും പ്രണയം. എത്ര മറന്നാലും എവിടെ മറഞ്ഞാലും നിഴലായി വന്നിടും പ്രണയം. നിഴലായി വന്നിടും പ്രണയം. ഒരിക്കലും മരിക്കാത്ത ഓർമ്മകളായെന്നും ഒരിക്കലും മരിക്കാത്ത ഓർമ്മകളായെന്നും ജീവിച്ചിരിക്കുമാ പ്രണയം. ജീവിച്ചിരിക്കുമാ പ്രണയം. ഒടുവിലൊരു തേങ്ങലാ സ്വന്തം ചിതയ്ക്കുള്ളിൽ എരിഞ്ഞടങ്ങുമാ പ്രണയം. പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ. അനാഥയെ പോലെ ഒറ്റയ്ക്കാക്കിയിട്ടല്ല ആന്റി പോണത്. നാൻസി ടീച്ചറും മദറും മാത്യു സാറും ഒക്കെ ഇവിടെ ഉണ്ടാവും. എന്തുണ്ടെങ്കിലും ഇവരെ അറിയിക്കണം. നന്നായി പഠിക്കണം. എന്തുകൊണ്ടും മോൾക്ക് ഈ കോൺവെന്റ് സുരക്ഷിതം. ഇതാ മദർ, ഇവിടുത്തെ മക്കൾക്ക് വേണ്ടിയുള്ള എന്റെ ഒരു സംഭാവനയാ. ഒപ്പം രാജിമോളെ ഞാൻ ഏൽപ്പിക്കുക. ഒരു കുറവും വരാതെ നോക്കിക്കോണം. എക്സാം കഴിയുമ്പോ എന്റെ മോനോടൊപ്പം ഞാൻ വരും.
ഇവളെ കൊണ്ടുപോവാൻ. ഞാൻ വരട്ടെ സർ. പോകരുതെന്ന് പറയാൻ ഞങ്ങൾക്ക് കഴിയില്ലല്ലോ. പോണം സർ. ഇതും ഈശ്വരന്റെ തീരുമാനമാവും. ഞാൻ നഷ്ടങ്ങളിൽ നിന്നും കിട്ടിയ പുതിയ പ്രതീക്ഷകളുമായി വീണ്ടും ഞാൻ ആ നാടിനോട് വിട പറഞ്ഞു. ഇനി ഞാൻ അവിടെ ഒരു അധികപ്പറ്റാണെന്ന് തോന്നി. വരുന്ന പിറന്നാളിന് എന്റെ ഉണ്ണിക്കുട്ടന് ഒരു സമ്മാനം കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് രാജമോളാണെന്ന് അവനറിയില്ല. പക്ഷെ രാജമോൾക്കെല്ലാം അറിയാം. അവളോട് ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ട്. അവളുടെ എക്സാം കഴിയുമ്പോൾ ഉണ്ണിക്കുട്ടനെ കൂട്ടി എനിക്ക് പോണം, രാജമോളെ കൂട്ടിക്കൊണ്ടുവരാൻ. ഇനിയുള്ള കാലം ഉണ്ണിക്കുട്ടനും രാജമോൾക്കും ഒപ്പം എനിക്ക് ജീവിക്കണം. ആ ദിവസത്തിന് വേണ്ടിയാ ഇനി എന്റെ കാത്തിരിപ്പ്. നീ ചെല്ല്, അവരെല്ലാം കാത്തിക്കുക. നമസ്കാരം. മാത്യു സാർ. അതെ, നമസ്കാരം. നമസ്കാരം. അമ്മയുടെ അതേ ഛായ തന്നെ. യാത്രയൊക്കെ സുഖമായിരുന്നോ? ആ, ഇതാ മോന്റെ അമ്മ ഞങ്ങളെ ഏൽപ്പിച്ചിട്ട് പോയ സമ്മാനം. രാജിക്കുട്ടി. ചെല്ല്. എന്റെ അമ്മയെ ഒരുപാട് ഇഷ്ടമായിരുന്നു അല്ലേ? നമ്മളാരും തീരുമാനിക്കുന്നതല്ല ജീവിതം. മോനെയും കൂട്ടി വരുമെന്ന് പറഞ്ഞിട്ടാണ് അമ്മ പോയത്. പക്ഷേ ദൈവത്തിന്റെ തീരുമാനം ഇതായിരുന്നു. ഇവിടെ നിന്നും പോകാൻ രാജമോക്ക് മനസ്സുണ്ടാവില്ല. കണ്ടില്ലേ, ഒരാൾ പോലും ഇവിടെ യാത്രയക്കാൻ വന്നിട്ടില്ല. രാജിമോളെ പിരിയാൻ അവർക്ക് ആർക്കും കഴിയില്ല. ഒരിക്കലും കൈവിടാതെ നോക്കിക്കോണം, നല്ലതേ വരും. ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയെന്ന് കരുതി എനിക്ക് എന്റെ അമ്മ തന്ന സമ്മാനം രാജിക്കുട്ടി. ഒരിക്കലും ഞാൻ കൈവിടില്ല. ആരുമില്ലെന്നുള്ള തോന്നലൊന്നും വേണ്ട, ഞങ്ങൾ എല്ലാവരും ഉണ്ട്. സത്യസന്ധമായ ഒരു പ്രണയത്തിന്റെ ബാക്കി പത്രമാണ് നിങ്ങൾ. ഒരിക്കലും ദൈവം നിങ്ങളെ കൈവിടില്ല. മൗനമാം വീണയിലറിയാതുതിരുന്ന മധുര സംഗീതമാണ് പ്രണയം. മൗനമാം വീണയിൽ അറിയാതുതിരുന്ന മധുര സംഗീതമാണ് പ്രണയം. മധുരിക്കുമോർമകൾ കാത്തു സൂക്ഷിക്കുന്ന ഹൃദയത്തിൻ താളമാണ് പ്രണയം.
ഹൃദയാക്ഷരങ്ങളിൽ ചാലിച്ചെഴുതുന്ന കവിതകളാണെന്നും പ്രണയം കവിതകളാണെന്നും പ്രണയം ഹൃദയാക്ഷരങ്ങളിൽ ചാലിച്ചെഴുതുന്ന കവിതകളാണെന്നും പ്രണയം കവിതകളാണെന്നും പ്രണയം ആദ്യാനുരാഗത്തിൽ അറിയാതെ വിടരുന്ന ആദ്യാനുരാഗത്തിൽ അറിയാതെ വിടരുന്ന സ്നേഹത്തിൻ പൂവാണു പ്രണയം സ്നേഹത്തിൻ പൂവാണ് പ്രണയം എത്ര മറന്നാലും എവിടെ മറഞ്ഞാലും നിഴലായി വന്നിടും പ്രണയം നിഴലായി വന്നിടും പ്രണയം എത്ര മറന്നാലും എവിടെ മറഞ്ഞാലും നിഴലായി വന്നിടും പ്രണയം നിഴലായി വന്നിടും പ്രണയം ഒരിക്കലും മരിക്കാത്ത ഓർമ്മകളായെന്നും ഒരിക്കലും മരിക്കാത്ത ഓർമ്മകളായെന്നും ജീവിച്ചിരിക്കുമാ പ്രണയം ജീവിച്ചിരിക്കുമാ പ്രണയം ഒടുവിലൊരു തേങ്ങലായി സ്വന്തം ചിതയ്ക്കുള്ളിൽ എരിഞ്ഞടങ്ങുമാ പ്രണയം